ഒരിക്കൽ നയാഗ്ര വെള്ളച്ചാട്ടം ഇങ്ങനെ ശക്തിയായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുക. ദൂരെ ഒരു മരത്തിൻ്റെ കൊമ്പിലിരുന്ന് ഒരു കഴുകൻ ഈ വെള്ളത്തിലേക്ക് തന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുകയാണ്. അതാ ഒരു കഴുതയുടെ ശവശരീരം വെള്ളത്തിൽ കൂടെ ഇങ്ങനെ ഒഴുകി വരികയാണ്. കഴുതയുടെ ശവശരീരം വെള്ളത്തിൽ ഒഴുകി വരുന്നത് കണ്ട ആ കഴുകൻ പറന്ന് ചെന്ന് ആ കഴുതയുടെ ശവശരീരത്തിൻ്റെ മുകളിലേക്ക് ഇരിക്കുകയാണ്. കഴുകന് നല്ല ബോധ്യമുണ്ട്. ഒന്ന്, ഈ കഴുതയുടെ ശവശരീരം ഒഴുകി ആഴമുള്ള വെള്ളത്തിൻ്റെ അഗാധതയിലേക്ക് നിബദിക്കുന്നതിന് മുൻപ് തനിക്ക് പറ്റുന്നത്രയും കൊത്തിവലിച്ച് തിന്ന് പറന്ന് ഉയരണം. ഒന്ന്. രണ്ട്, പറന്നുയരുവാൻ ശക്തിയുള്ള ചിറകുകൾ എനിക്കുണ്ട് എന്നൊരു ബോധ്യം. ഇത് രണ്ടും ഈ കഴുകനുണ്ട്. കഴുകൻ വളരെ ശ്രദ്ധയോടുകൂടി ഒഴുകുന്ന വെള്ളത്തിൽ വീണ്ടും വീണ്ടും കഴുതയെ മുറുക്കെ പിടിച്ച് കൊത്തിവലിച്ച് തിന്നുകയാണ്. പെതുക്കെ ആ കഴുതയുടെ ശവശരീരം അഗാധമായ ഗർത്തത്തിലേക്ക് വീഴുന്നു എന്ന് മനസ്സിലാക്കിയ കഴുകൻ തൻ്റെ ചിറകുകൾ അടിച്ച് ഉയരത്തിലേക്ക് പറക്കാൻ ശ്രമിക്കുകയാണ്. ഉയരത്തിലേക്ക് പറക്കാൻ ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. ഒന്നുകൂടി ശ്രമിച്ചു, നടന്നില്ല. ഈ ശ്രമത്തിനിടയിൽ തന്നെ ഈ കഴുതയുടെ ശവശരീരം അഗാധമായ ഗർത്തത്തിലേക്ക് നിബദിക്കുകയും താൻ പോലും അറിയാതെ ഈ കഴുതയോടൊപ്പം ജീവനുള്ള കഴുകൻ ആ കഴുതയുടെ ശവശരീരത്തോടൊപ്പം വെള്ളത്തിലേക്ക് നിബദിക്കുകയും ചെയ്തു. പ്രിയമുള്ള വിശ്വാസികളുടെ സമൂഹമേ, ഇവിടെ കഴുകന് ശക്തിയുള്ള ചിറകുകളില്ലാതിരുന്നിട്ടായിരുന്നില്ല. ഇവിടെ ഈ കഴുകന് പറക്കേണ്ട സമയം അറിയാഞ്ഞിട്ടുമല്ല. പക്ഷെ എന്താണ് ഈ കഴുകന് സംഭവിച്ചത്? കഴുകന് സംഭവിച്ചത് താൻ ഓരോ പ്രാവശ്യവും തൻ്റെ കാലിൽ നിന്ന് ഈ കഴുതയുടെ ശവശരീരം വിട്ടു പോകാതിരിക്കാൻ ഈ മൂർച്ചയേറിയ തൻ്റെ നഖം കൊണ്ട് ഈ കഴുതയെ മുറുക്കെ പിടിച്ച് കഴുതയുടെ വാരിയെല്ലിനകത്തേക്ക് അറിയാതെ ഈ കഴുകൻ്റെ നഖം ചെന്ന് ഉടക്കി. പിന്നെ തന്നെ വിടുവിക്കുവാൻ സാധിക്കാതെ വരികയും ചെയ്തു. താൻ ആരാണെന്ന് തനിക്കറിയാം, തൻ്റെ ശക്തിയെക്കുറിച്ചൊരു ബോധ്യമുണ്ട്, ഇത് കുഴിയിലേക്ക് ചെന്ന് വീഴുമെന്നറിയാം. പക്ഷേ താൻ പോലും അറിയാതെ മുറുക്കെ പിടിച്ച് നഖം കഴുതയുടെ വാരിയെല്ലിനകത്തേക്ക് കയറുകയും തന്നെ വിടുവിക്കാൻ സാധിക്കാതിരിക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, നമ്മളുടെ ജീവിതവുമായിട്ട് ഈ കഴുതയുടെയും കഴുകൻ്റെയും കഥയ്ക്ക് നല്ല ഒരു സാമ്യമില്ലേ? ഈ ലോകത്തിൽ നമുക്ക് ശക്തി തെളിയിക്കാൻ പല കാര്യങ്ങളുമുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടാവും, നമ്മുടെ കുടുംബ മഹിമയുണ്ടാകാം, നമ്മളെന്ന കഴിവുകൾ കാണും, നമുക്ക് നല്ല അറിവുണ്ട്, എന്നെ ആരും പഠിപ്പിക്കേണ്ട, എനിക്കറിയാം എന്നൊക്കെയുള്ള പറച്ചിലുകളൊക്കെ നമുക്കുണ്ടാകാം. പക്ഷേ പലപ്പോഴും നാം പോലും അറിയാതെ പലതിനും നമ്മൾ ഉടക്കിക്കിടക്കുകയാണ്. നമ്മുടെ അനുവാദം ചോദിക്കാതെ ഒരിക്കൽ നാമും മരണത്തിൻ്റെ തിരശ്ശീലയിലേക്ക് പ്രവേശിച്ച് കടന്നു പോകേണ്ടവരാണ്. ഈ ഭൂമിയിൽ നമുക്ക് നൽകിയിരിക്കുന്ന ചെറിയൊരു ജീവിതമാണ്, വളരെ ചെറിയൊരു ജീവിതം. ദ മിനിയേച്ചർ ഫോം ഓഫ് ഹെവനാണ് ഓരോ കുടുംബവും. കുടുംബത്തെ അങ്ങനെയാക്കി തീർക്കുക എന്നതാണ് നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന നിയോഗം. പുരുഷന്മാരെ സംബന്ധിച്ച് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്കെല്ലാം കന്യക മറിയാമിനെ പോലെയുള്ള ഭാര്യമാരെയാണ് ഇഷ്ടം, അല്ലേ? സ്ത്രീകളോട് ചോദിച്ചാൽ കന്യക മറിയാമിനെ ഏതൊരവസ്ഥയിലും കരുതിയ യൗസേപ്പിനെ പോലെയുള്ള ഭർത്താവിനെയാണ് നിങ്ങൾക്കും ഇഷ്ടം. മക്കളെക്കുറിച്ചുള്ള നമ്മുടെ പ്രതീക്ഷയോ നസ്രത്തിലെ യേശുവിനെ പോലെയുള്ള മക്കളെയുമാണ് നമുക്കിഷ്ടം. പക്ഷെ യൗസേപ്പിനെ പോലെ നീതിമാനായ യൗസേപ്പെന്ന് സ്വർഗം സാക്ഷിക്കുവാൻ എന്നെക്കുറിച്ച് സാധിക്കുന്നുണ്ടോ? കൃപ നിറഞ്ഞവളെ എന്നാണ് മെസ്സഞ്ചർ ദൂതൻ വന്ന് മറിയാമിനെ വിളിച്ചത്. കൃപ നിറഞ്ഞ ഒരു അമ്മയായി തീരാൻ കുടുംബത്തിൽ എനിക്ക് സാധിക്കാറുണ്ടോ? യേശുവിനെ പോലെ പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ട് ദൈവത്തിൻ്റെ തേജസ് കൃപയും അവനോട് കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന കുഞ്ഞുങ്ങളും ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബം സ്വർഗത്തിന് സമാനമായി മാറുന്നത്. നസ്രത്തിലെ കുടുംബത്തോട് തുലനം ചെയ്യുവാൻ നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങൾക്ക് സാധിക്കണമെങ്കിൽ അവിടെ ഒരു യോസഫും അവിടെ ഒരു മറിയാമും യേശു കുഞ്ഞും ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ യോഹന്നാനെ പോലെയുള്ളൊരു കുഞ്ഞിനെയെങ്കിലും കിട്ടിയാൽ മതി എന്ന് നമ്മൾ വിചാരിക്കും. യോഹന്നാനെ ലഭിച്ചത് ആർക്കായിരുന്നു? എലിസബത്തിനും
നീതിയുള്ളവനായ സക്കറിയ പുരോഹിതനും എലിസബത്തിനുമായിരുന്നു യോഹന്നാനെ പോലെയുള്ളൊരു കുഞ്ഞിനെ ലഭിച്ചത്. ഇതൊന്നുമില്ലെങ്കിൽ ശമൂവേലിനെ പോലെ ഒരാളെയെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. ഹന്നയെ മനസ്സിലാക്കിയ എൽക്കാന ചേർത്ത് നിർത്തിയ പ്രാർത്ഥന നിറഞ്ഞവളായ ഹന്നയ്ക്കുമാണ് ശമൂവേൽ എന്നൊരു ബാലനെ കിട്ടിയത്. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മളുടെ കുടുംബങ്ങളെല്ലാം സ്വർഗത്തിന് സമാനമാകണമെങ്കിൽ നാം ഓരോരുത്തരും നമ്മളുടെ നിയോഗങ്ങളെ തിരിച്ചറിയണം. ഞാൻ ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാലാണ്. ഈ കുടുംബമായിരുന്നില്ല ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്, പക്ഷെ എന്നെ ഇവിടെ ആക്കിയത് എൻ്റെ ദൈവമാണ്. ഈ ദേവാലയത്തിൻ്റെ മുൻപിൽ വെച്ച് ഇനിമേൽ നിങ്ങൾ 2 അല്ല 1 എന്ന് പറഞ്ഞു വിട്ടപ്പോൾ ഇങ്ങനെ ഒരു ജീവിതം അല്ല എന്നല്ല, മറിച്ച് അല്ലയോ മണവാള, ഈ മണവാട്ടി നിനക്ക് രമ്യം, അല്ലയോ മണവാട്ടി, ഈ മണവാളൻ നിനക്ക് രമ്യം എന്നായിരുന്നു കർത്താവ് അന്ന് നമ്മളെ ഓരോരുത്തരെയും പറഞ്ഞേൽപ്പിച്ചത്. ഏറ്റക്കുറച്ചിലുകളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകും, പക്ഷേ കടലിനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്ത്യയുടെ ഫോർമർ പ്രസിഡൻ്റ് ആയിരുന്ന അബ്ദുൽ കലാം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് കടലിനെ കുറിച്ച്: കടൽ എല്ലാവർക്കും ഒരുപോലെയാണ്. ആർക്കെങ്കിലും കടലിന് പാർഷ്യാലിറ്റി ഉണ്ടോ? ഇല്ല, കടൽ എല്ലാവർക്കും ഒരുപോലെയാണ്. പക്ഷെ ചിലർ പവിഴങ്ങൾ വാരിയെടുക്കും, ചിലർ മുത്തുകൾ ശേഖരിക്കും, ചിലർ കക്കകൾ വാരും, ചിലർ മീൻ പിടിക്കും, ചിലരാകട്ടെ കടൽ തീരത്ത് നിന്ന് കാല് നനച്ചിട്ടിങ്ങ് കയറിപ്പോരുകയേ ചെയ്യുന്നുള്ളൂ. എന്നാൽ എൻ്റെ കുടുംബജീവിതം എങ്ങനെയാണ്? എല്ലാവർക്കും ദൈവം കൊടുത്തിരിക്കുന്ന കുടുംബം ഒരുപോലെയാണ്. ഇനിമേൽ നിങ്ങൾ 2 അല്ല 1 പറഞ്ഞ് വ്യത്യസ്ത സ്വഭാവമുള്ള ഒരു അപ്പൻ്റെയും അമ്മയുടെയും ഭവനത്തിൽ നിന്നൊരു പുരുഷനും വളരെ വ്യത്യസ്ത സ്വഭാവമുള്ള ഒരു അപ്പൻ്റെയും അമ്മയുടെയും ഒരേ സ്വഭാവമാകണമെങ്കിൽ നമ്മുടെ സ്വന്തം പെങ്ങൾക്ക് പോലും നമ്മുടെ സ്വഭാവമല്ല, അല്ലേ? അപ്പോൾ വ്യത്യസ്ത സ്വഭാവത്തിൽ നിന്നാണ് 2 പേര്. ഇപ്പം നമുക്കറിയാം, ഇവിടെ ഇപ്പം ഓർഗനാണുള്ളത്. ഈ ഓർഗൻ്റെ കൂടെ വയലിനും ഓർഗൻ്റെ കൂടെ തബലയും അങ്ങനെ വ്യത്യസ്ത ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇവിടെ ഒരു ഗാനമേള നടക്കാൻ പോവുകയാണെന്ന് വിചാരിക്കുക. നമുക്കൊക്കെ ഓർമ്മയുണ്ടല്ലേ ഗാനമേള എങ്ങനെയാണ്? ഈ ഗാനമേളയുടെ സമയത്ത് തബലക്കാരൻ ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്യും, തബലയൊന്ന് കൊട്ടിയിട്ട് ഹലോ മൈക്ക് ചെക്ക് പറയും. അത് കഴിയുമ്പോൾ വയലിൻ ഒന്ന് അനക്കിയിട്ട് അയാൾ പറയും മൈക്ക് ചെക്ക്, ഇല്ലേ? ഓരോരുത്തരും മൈക്ക് ചെക്ക് ചെയ്യും. അപ്പം നമുക്കറിയാം ഓരോരുത്തരും പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് ഡിഫറെൻ്റ് ആണ്. കാരണം ആയിരിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം ഡിഫറെൻ്റ് ആണ്. ആ ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം ഡിഫറെൻ്റ് ആയതുകൊണ്ട് ഇതെല്ലാം പുറപ്പെടുവിക്കുന്ന ഇതിൻ്റെ ഏതിൻ്റെയെങ്കിലും ശബ്ദം ഒരുപോലെയാണോ? ആണോ? അല്ല. വയലിൻ്റെ വേറെ ശബ്ദം, തബലയുടെ വേറെ ശബ്ദം, ഓർഗൻ്റെ വേറെ ശബ്ദം, പാടുന്നവൻ്റെത് വേറെ ശബ്ദം. എന്നാൽ ഗാനമേള ആരംഭിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം വേറെ വേറെ ആയിട്ടാണോ നമ്മൾ കേൾക്കാറ്? ഇതെല്ലാം ഒറ്റ ശബ്ദത്തിൽ, ഒറ്റ താളത്തിൽ, ഒറ്റ ലയത്തിൽ, ഒറ്റ ശ്രുതിയിലാണ് പാടുന്നത്. ഇവയ്ക്കെല്ലാം വ്യത്യസ്ത ശബ്ദങ്ങളും സ്വഭാവങ്ങളുമുണ്ട്. ഇവയ്ക്കെല്ലാം ചിലത് സ്ട്രിങ് ആണ്, ചിലത് കീസാണ്, ചിലത് കൈവച്ച് കൊട്ടുകയാണ്, അല്ലേ? പക്ഷെ ഗാനമേള തുടങ്ങിക്കഴിയുമ്പോൾ ഇവയെല്ലാം ഒരു ശബ്ദമാണ്. ഇതുപോലെ തന്നെയാണ് നമ്മളെല്ലാം വ്യത്യസ്തരാണ്. പക്ഷെ ജീവിതം എന്ന ഗാനമേള അല്ലെങ്കിൽ ജീവിതം എന്ന മേള തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളെല്ലാം എന്തായിരിക്കണം? ഒന്നായിരിക്കണം. ഒരു കർത്തൃമേശയും ഒരു ഭക്ഷണമേശയും നമുക്കുണ്ടായിരിക്കണം. നമ്മളെല്ലാവരും ക്രിസ്തുവിൽ ഒന്നായിരിക്കണം. അപ്പൻ അപ്പനായും അമ്മ അമ്മയായും മക്കൾ മക്കളായും ദൈവസന്നിധിയിൽ കടന്നു വരണം. അതിനാദ്യം തന്നെ അപ്പനെ കുടുംബത്തിൻ്റെ തലയായി അംഗീകരിക്കണം. ഫാദർ ഈസ് ദ ഹെഡ് ഓഫ് ദ ഫാമിലി ഓർ ഫാദർ ഷുഡ് ബി ദ ഹെഡ് ഓഫ് ദ ഫാമിലി. അപ്പോൾ അമ്മ മോശക്കാരിയാണോ? ഇത്ര കഷ്ടപ്പെടാൻ രാവിലെ ജോലിക്ക് പോകാൻ വേണ്ടി മാത്രമാണോ അമ്മ? മദർ ഈസ് ദ ഹാർട്ട് ഓഫ് ദ ഫാമിലി. അല്ലെങ്കിൽ അമ്മ കുടുംബത്തിൻ്റെ ഹൃദയമായിരിക്കണം. ഹൃദയം ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും, ബട്ട് ഹൃദയമില്ലാതെ വീട്ടിലൊന്നും നടക്കത്തില്ലെന്ന് ഓർക്കുക. ഹൃദയം നിലച്ചു പോയാൽ തല പ്രവർത്തിച്ചതുകൊണ്ട് കാര്യമില്ല, തല നിലച്ചു പോയിട്ട് ഹൃദയമുണ്ടായിട്ടും കാര്യമില്ല. മദർ ഷുഡ് ബി ദ ഹാർട്ട് ഓഫ് ദ ഫാമിലി, ചിൽഡ്രൻ ദ ഹോപ്പ് ഓഫ് ദ ഫാമിലി. എന്നാൽ നമ്മുടെ പല വീടുകളിലും ഇന്ന് എന്താണെന്നറിയോ? ഫാദർ ജസ്റ്റ് എ സെക്യൂരിറ്റി. അപ്പനൊരു സെക്യൂരിറ്റിയുടെ റോളും അമ്മ ഒരു കെയർ ടേക്കർ കുക്കം, ഒരു മണി സോഴ്സ് ഓഫ് മണി. മക്കളോ വളരെ ലാവിഷായിട്ട് ഇന്ന് ഇതേ ഉള്ളോ? എന്തോ ഏൽപ്പിച്ചിരിക്കുന്നത് പോലെയാണ്. വരുന്നു, കഴിക്കുന്നു, മുറിക്കകത്ത് കയറുന്നു, വാതിലടയ്ക്കുന്നു, വീണ്ടും വരുന്നു, കഴിക്കുന്നു, മുറിക്കകത്ത് കയറുന്നു, വാതിലടയ്ക്കുന്നു. ഇങ്ങനെ ഒരു കുട്ടിയെ കൊണ്ട് കഴിഞ്ഞ ദിവസം ഒരപ്പനും അമ്മയും. അപ്പൻ വളരെ യങ് ആൻഡ് സ്മാർട്ട്, ഒരു സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്, ഒരു റെസ്പെക്റ്റബിൾ, കണ്ടാൽ തന്നെ നമുക്ക് റെസ്പെക്റ്റ് തോന്നുന്ന ഒരു ചെറുപ്പക്കാരൻ. അമ്മ ഒരു കോളേജിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്. 2 പേരുടെയും മകന് 16 വയസ്സാണ്.
അപ്പം ഞാൻ ചോദിച്ചു, മോനെ നിൻ്റെ പ്രശ്നം എന്താണ്? കുറേ നേരം സംസാരിച്ച് കഴിഞ്ഞ് എൻ്റെ മോനും അത്രയും പ്രായമൊക്കെ ഉള്ളതുകൊണ്ട് ഇവരങ്ങ് കൂട്ടായി. അപ്പം കൂട്ടായി കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഇവനെ എപ്പോഴും ഞങ്ങളുടെ വീട്ടിലൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചു, മോനെ ആക്ച്വലി നിങ്ങളുടെ വീട്ടിലെ പ്രശ്നം എന്താ? അപ്പോൾ എന്നോട് പറയും, ആൻറ്റി അപ്പ അമ്മ ഈസ് നോട്ട് അപ് ടു മൈ സ്റ്റാൻഡേർഡ്. ഞാനങ്ങ് അതിശയിച്ചു പോയി. അപ്പ എൻ്റെ അമ്മ ഈസ് നോട്ട് അപ് ടു മൈ സ്റ്റാൻഡേർഡ്. ഇത്രേ ഉള്ളൂ പ്രശ്നം. ഇതാണ് നമ്മുടെ ഓരോരുത്തരുടെയും പ്രശ്നം. ഇത് മുന്നമേ അറിഞ്ഞ ദൈവത്തിൻ്റെ ആത്മാവ് ഫിലിപ്പ്യരോടായിട്ട് പൗലോസ് ശ്ലീഹായുടെ വായിൽ കൂടെ പറയിച്ചു. പൗലോസ് ശ്ലീഹ എഴുതിയ ഫിലിപ്പ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യം ഇങ്ങനെ പറയാണ്, വക്രതയും കോട്ടവുമുള്ള ഈ തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്ദ്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളും ആയിത്തീരേണ്ടതിന് സകലവും പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവൻ്റെ വചനം പ്രമാണിച്ച് ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുവിൻ. ഈ കാലത്തെക്കുറിച്ച് നമ്മൾ പറയുന്ന പേരാണ് വക്രതയും കോട്ടവുമുള്ള തലമുറ. ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ആസ് എ ടീച്ചർ, ഞാനൊരു സാധാരണ ഹൈസ്കൂളിലെ ടീച്ചറാണ്. ഈ കുട്ടികൾ വളർന്നു വരുന്ന പ്രായത്തിൽ ഞങ്ങളോട് കൂടിയാണ്. നിങ്ങളിനി എത്ര ഇവരെ കുറ്റം പറഞ്ഞാലും ഞാൻ സമ്മതിക്കത്തില്ല ഇവരാണ് കുറ്റക്കാരെന്ന്. നമ്മളാണ് മെൻറ്റേഴ്സ്, നമ്മളാണ് മൗൾഡേഴ്സ്, നമ്മളാണ് അവരെ അങ്ങനെ ആക്കുന്നത്. ശരിയല്ലേ? അവരാണോ അങ്ങനെ ആയത്? അല്ല, നമ്മൾ എന്ത് ചെയ്യുകയാണ്? അവരെ അങ്ങനെ ആക്കുകയാണ്. എന്നാലും പോട്ടെ, പൗലോസ് ശ്ലീഹായെ നമുക്ക് കണ്ണിക്കാൻ പറ്റില്ല. ദൈവത്തിൻ്റെ വചനം പറയാണ്, വക്രതയും കോട്ടവുമുള്ള ഈ തലമുറയുടെ നടുവിൽ നമ്മൾ നിന്നയില്ലാത്തവരാകണമെങ്കിൽ, ഇവിടെ ഇരിക്കുന്ന പ്രായമുള്ളവരോട് ചോദിച്ചാൽ എന്താ ഇനി ആഗ്രഹം എന്ന് ചോദിച്ചാൽ, പ്രായമുള്ള അമ്മച്ചിമാർ പറയും, എൻ്റെ മക്കളെ നിന്നയില്ലാതെ ഇവിടെ നിന്ന് കടന്നുകൂടി അങ്ങ് ഇത്രയും നാൾ നമുക്ക് പ്രസ്റ്റീജ് ഉണ്ടായിരുന്നു, ഇത്രയും നാൾ എല്ലാം ഉണ്ടായിരുന്നു. പ്രായമായി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലായി ഇതെല്ലാം കാണുന്നതെല്ലാം മായ എന്ന് മനസ്സിലായി കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ എന്ത് പറയും? നിന്നയില്ലാതെ ഇവിടെ നിന്ന് അങ്ങ് കടന്നുകൂടി നിന്നയില്ലാത്തവരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളും ആയിത്തീരേണ്ടതിന് നമ്മൾ കുടുംബത്തിൽ 3 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. 1, സകലവും പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. ഈ ലോകത്തിൽ എന്തെല്ലാം പറ്റിയാലും നമുക്ക് സാധിക്കാത്തൊരു കാര്യമാണതല്ലേ. എന്തെങ്കിലും പറഞ്ഞൊരടി മസ്റ്റാ അല്ലേ? അത് മസ്റ്റാ. ഇവിടുന്ന് വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് വണ്ടിയിലിരുന്നതിന് എന്തെങ്കിലും ഒന്ന് പറഞ്ഞൊന്ന് ഒരു ചെറിയൊരു സ്പാർക്ക് ഉണ്ടാക്കും അല്ലേ? പിറുപിറുപ്പും വാദവും കൂടാതെ ഇരിപ്പിൻ. 2, ഇവരുടെയൊക്കെ മുൻപിൽ ജീവൻ്റെ വചനം പ്രമാണിക്കണം. 3, ഇവരുടെയൊക്കെ മുൻപിൽ ജ്യോതിസ് പോലെ പ്രകാശിക്കണം. ഇത് 3മാണ് ഈ ഒരു ഫാമിലി ഡേയിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നത്. നിങ്ങളോടല്ല, നമ്മളോട് സംസാരിക്കുന്നത്. കാരണം എന്താണ്? പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. ലൈഫ് ഇസ് ലൈക്ക് an ഇലക്ട്രിക് കറണ്ട് എന്ന് നമുക്ക് പറയാം. ഒരു ഇലക്ട്രിക് കറണ്ട് പോലെയാണ് ജീവിതം. റൈറ്റ് കണക്ഷൻ ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ ലൈറ്റ് അല്ലേ? ഇതിങ്ങനെ കത്തും. എന്നാൽ റോങ് കണക്ഷനാണ് എന്ത് സംഭവിക്കും? കത്തത്തില്ലെന്ന് മാത്രമല്ല, ചിലപ്പോൾ ഷോർട്ടാവും, ചിലപ്പോൾ ഷോക്ക് അടിക്കും, ചിലപ്പോൾ തറയെ ചവിട്ടിയാൽ മതി മേളിൽ ഷോക്ക് അടിക്കും അല്ലേ? അറിഞ്ഞിട്ടില്ലേ അങ്ങനെയൊക്കെ ഭിത്തിയിലൊക്കെ തൊടുമ്പോൾ ഷോക്ക് അടിക്കുന്നത്? ജീവിതം ഇതുപോലെയാണ്. റൈറ്റ് കണക്ഷൻ ആണെങ്കിൽ മാത്രമേ ലൈറ്റ് ചെയ്യത്തുള്ളൂ. ഈ റൈറ്റ് കണക്ഷനാണ് പരിശുദ്ധാത്മാവ്. നമ്മളുടെ ഭവനത്തിലെ പരിശുദ്ധാത്മാവിൻ്റെ അളവനുസരിച്ചിരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ ലൈറ്റിങ്ങും. അല്ലാത്തതെല്ലാം എന്ത് ചെയ്തുകൊണ്ടിരിക്കും? തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം ഷോക്ക് അടിച്ചുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ ഷോർട്ടായിക്കൊണ്ടേയിരിക്കും അല്ലേ? പിണക്കവും വഴക്കും തന്നെയായിരിക്കും. നമ്മളുടെ ജീവിതത്തിൽ എന്തിനൊക്കെയാണ് നമ്മൾ ഈ പിറുപിറുക്കുന്നത്? അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഇതെല്ലാം നമുക്കെല്ലാം ഏറ്റവും വലിയ പ്രശ്നം, നമ്മളെല്ലാം എക്സ്പെക്റ്റേഷൻസിൻ്റെ മൗണ്ടനിലാണ് നിൽക്കുന്നത് അല്ലേ? നമുക്ക് ഒരുപാട് എക്സ്പെക്റ്റേഷനാണ്, നമ്മൾക്ക് ഒരുപാട് പ്രതീക്ഷകളാണ്. ഇങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ ആഗ്രഹിച്ചിരുന്നത്, പക്ഷേ ഇങ്ങനെയൊന്നുമല്ല കിട്ടിയത്. ഇങ്ങനത്തെ ഒരു മോനെ ആയിരുന്നു ഞാൻ ആഗ്രഹിച്ചത്, ഇങ്ങനത്തെ ഒരു അമ്മയായിരുന്നു ഞാൻ ആഗ്രഹിച്ചത് അല്ലേ? ഇങ്ങനെയൊക്കെ നമുക്ക് പറയാൻ തോന്നും. പക്ഷേ നമുക്ക് കിട്ടിയിരിക്കുന്നത് അങ്ങനെയൊന്നുമില്ല എന്ന് പറയുമ്പോൾ കർത്താവ് നമ്മളോട് നോക്കി ചിരിച്ചുകൊണ്ട് പറയും, 5 താലന്ത് കൊടുത്തവനോട് ഞാൻ 5 കൂടെ ചോദിച്ചവനാ അല്ലേ? അയൽപക്കത്തുള്ളവർക്ക് ചിലപ്പോൾ 5 താലന്ത് കാണും,
അവരുടെ മക്കളെല്ലാം ചിലപ്പം ഭയങ്കര നല്ലതായിരിക്കും, അവരുടെ ഹസ്ബൻഡ് ഭയങ്കര സ്വീറ്റ് ആയിരിക്കും, അവരുടെ വൈഫ് ഭയങ്കര പൊളൈറ്റായിരിക്കും. ആ 5 കൊടുത്തവനോട് ഞാൻ 5 കൂടെ ചോദിക്കും, 3 കൊടുത്തവനോട് ഞാൻ 3 ചോദിക്കും. നിനക്ക് 1 തന്നുള്ളല്ലോ, നിനക്കത് മെയിൻറ്റെയിൻ ചെയ്താൽ പോരെ? ഉള്ളത് മെയിൻറ്റെയിൻ ചെയ്യുവാൻ കർത്താവേ എനിക്ക് സാധിക്കണം. അപ്പം നമ്മളെപ്പോഴും പറയും, വീടിൻ്റെ ടെമ്പറേച്ചർ അല്ലെങ്കിൽ വീടിൻ്റെ കറക്റ്റ് ടെമ്പറേച്ചർ വെക്കുന്നത് ഈ ഫാനോ എ സിയോ ഹീറ്ററോ ഒന്നുമല്ല, കൂൾ ഹാർട്ട് ആൻഡ് വാം മൈൻഡ്സിന് മാത്രമേ. ഏതിനെയും കൃപയോടുകൂടി എടുക്കുക, കൃപയിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുക. കഷ്ടതയോ ഞെരുക്കമോ ബലഹീനതയോ എല്ലാം, ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു എന്ന് 2 കൊരിന്ത്യ ലേഖനം 12-ാം അധ്യായത്തിൽ പൗലോസ്ലീഹ പറയുന്നുണ്ട്. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ എനിക്ക് ബലഹീനതയുണ്ട്. എൻ്റെ ജീവിത പങ്കാളിയെ ഞാൻ ഇങ്ങനെ അല്ല ആഗ്രഹിച്ചത്, ബട്ട് വാട്ട് ക്യാൻ ഐ ഡു? ദൈവം തന്നതാണിത്. ദൈവം തന്നതിനെ ഉപയോഗിക്കുന്നവന് മാത്രമാണ് നല്ലതിനെ ദൈവം കൊടുക്കുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പ്രശ്നം എന്താണെന്നറിയോ? നമ്മുടെ എല്ലാം ജീവിതത്തിൽ 2 തരം റിലേഷൻഷിപ്സ് ഉണ്ട്. ഒന്ന് ഇൻട്രാപേഴ്സണൽ റിലേഷൻഷിപ്പും ഒന്ന് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പും. അതിൽ ഇൻട്രാപേഴ്സണൽ റിലേഷൻഷിപ്പ് മീൻ ഐ ടു മീ റിലേഷൻ. എനിക്ക് എന്നോടുള്ള ബന്ധം. മറ്റുള്ളവരെല്ലാം നന്നാക്കുന്നതിന് മുൻപേ നമുക്ക് നമ്മളിലേക്ക് തന്നെ ഒന്ന് നോക്കാം. എനിക്ക് എന്നോടുള്ള ബന്ധം എങ്ങനെയാണ്? എന്നെക്കുറിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാട് എന്താണ്? അതിലൊരു 3 കാറ്റഗറി ആൾക്കാരുണ്ട്. ആദ്യത്തെ കാറ്റഗറി എന്താണെന്നറിയോ? എനിക്കറിയാം അല്ലേലും എന്നെ ഒന്നിനും കറക്റ്റ്, അത് കൂടുതൽ ഈ സൈഡിൽ നിന്ന് വരത്തുള്ളൂ. എന്നെ ഒന്നിനും കൊള്ളത്തില്ല അങ്ങനെ പറഞ്ഞ് സ്വയം മാറി മാറി നിൽക്കും അല്ലേ? പക്ഷെ നമ്മളിങ്ങനെ ശ്രദ്ധിക്കും, വിളിക്കുന്നുണ്ടോ, വിളിച്ചില്ലെങ്കിൽ കഴിഞ്ഞു, അന്നത്തെ ദിവസം പിന്നെ പോയി. ശരിയല്ലേ? മാറി മാറി നിന്നാൽ നീറിച്ചാകാമെന്നാണ് പണ്ടുള്ളവർ പറയുന്നത്. എന്നാൽ എന്നെ ഒന്നിനും കൊള്ളില്ല. ആ ധാരണ ഉണ്ടാവുന്നതിൻ്റെ കാരണം എന്താണെന്നറിയോ? നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം, വലിയ ആന, ഭയങ്കര ശക്തിയാണ് ആനയ്ക്ക് അല്ലേ? ഏറ്റവും വലിയ ശക്തിയുള്ള മൃഗമാണ് ആന. ഈ ആനയെ കൊണ്ട് നടക്കുന്നത് ഒരു കമ്പിൻ്റെ അത്രയുള്ള പാപ്പാനല്ലേ? എങ്ങനെയാണ് പാപ്പാൻ അത് സാധിക്കുന്നത്? ആന കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ആന ഓടാതിരിക്കാൻ ആനയുടെ കാലിൽ ഒരു ചങ്ങലയിടും. ഈ ആന അത് വലിച്ചുകൊണ്ട് അത് ഓടുമ്പോൾ അത് ആനയെ പുറകോട്ട് വലിക്കും. ആന മൂക്കുകുത്തി വീഴും. ആനക്കുട്ടി ഇങ്ങനെ വീണ് അവിടെ ഇരിക്കും. പിറ്റേ ദിവസം വീണ്ടും ഓടും. തലേ ദിവസത്തെ ചങ്ങല ഇങ്ങനെ ഒരഞ്ഞൊരഞ്ഞ് ആനയുടെ കാല് മുറിയും. 3-ാം ദിവസം ആകുമ്പോഴത്തേക്ക് വേദന കൂടും. 4-ാം ദിവസം ആകുമ്പോഴത്തേക്ക് അത് പഴുക്കും. 5-ാം ദിവസം ആകുമ്പോഴത്തേക്ക് ആന മനസ്സിലാക്കും, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ, എന്നെ കൊണ്ട് സാധിക്കില്ല. ആന പോലും അറിയാതെ ആന എന്ത് ചെയ്യുക? ആന വളരുകയാണ്. ബട്ട് ആന എന്താണ് വിചാരിക്കുന്നത്? ഈ ഒരു ചെറിയ ചങ്ങല പൊട്ടിക്കാനുള്ള കഴിവെനിക്ക് ഇല്ല എന്നാണ് ആനയുടെ ധാരണ. അങ്ങനെ സ്വയം കഴിവുകളെ അറിയാതെ, എന്നെ ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞ് കോംപ്ലക്സ് അടിച്ച് ജീവിക്കാതെ, എൻ്റെ ദൈവം, എൻ്റെ ജീവിത പങ്കാളിക്ക് ഞാൻ പോരെങ്കിലും, എൻ്റെ മക്കൾക്ക് ഞാൻ പോരെങ്കിലും, എൻ്റെ മാതാപിതാക്കൾക്ക് ഞാൻ പോരെങ്കിലും, എൻ്റെ ദൈവത്തിന് ഞാൻ വിലയേറിയവനാണ്. നീ എനിക്ക് വിലയേറിയവനും മാന്യനുമാണ്. എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ ഞാൻ ഉരുവാകുന്നതിന് മുൻപ് എന്നെ അറിഞ്ഞൊരു ദൈവമുണ്ട്. അവൻ്റെ രൂപത്തിലും ഛായയിലും എന്നെ സൃഷ്ടിച്ചൊരു ദൈവമുണ്ട്. ആർക്കെന്നെ വേണ്ടെങ്കിൽ എന്താ? എൻ്റെ ദൈവത്തിന് എന്നെ വേണം. എൻ്റെ ശ്വാസം അവൻ്റേതാണ്, എൻ്റെ രൂപം അവൻ്റേതാണ്. ഈ തന്നതെല്ലാം ദൈവത്തിൻ്റേതാണ്. ബാക്കിയെല്ലാം അഴിഞ്ഞു പോകും. അവൻ്റെ ആത്മാവോ ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെയിരിക്കുമെന്ന് പറഞ്ഞവനാണ്. ഇനി 2-ാമത്തെ കാറ്റഗറി ആൾക്കാരുണ്ട്. എങ്ങനെയാ? ഞാനാണ് ഞാനങ്ങോട്ട് പറയും, മര്യാദയ്ക്ക് കേട്ടോണം എന്ന ആറ്റിറ്റ്യൂഡോടുകൂടി ജീവിക്കുന്ന കുറച്ച് പേര്. മമ്മിക്ക് എന്തോ അറിയാം അങ്ങനെ പറയുന്ന പിള്ളേർ അല്ലേ? ഞാനാണ് എല്ലാം. ഞാൻ പറയും, നിങ്ങൾക്ക് എന്താ കേട്ടാൽ? അപ്പം ഞാൻ പറയും, നീ എൻ്റെ പുറകെ വന്നോണം ഇല്ലേ? ചിലർ പറയുന്ന കേൾക്കാം, പുറത്ത് ചാടി. ചിലർ പ്രാർത്ഥനയ്ക്കൊക്കെ ഇപ്പോൾ വന്നു കഴിയുമ്പോഴേ നമ്മളിങ്ങനെ ഓരോരുത്തരും ശ്രദ്ധിക്കുമല്ലോ. പ്രാർത്ഥനയ്ക്കൊക്കെ വന്നു കഴിയുമ്പം ഏറ്റവും അവസാനമാണ് ഈ സ്ത്രീകളുടെ അടുത്തോട്ടൊക്കെ ഈ വടയും ചായയും ചെല്ലുന്നത്. ഇവിടെ ഇങ്ങനെ കറങ്ങിയല്ലേ പോകുന്നത്. ചില ആൻറ്റിമാർ ചായ പോലും കുടിക്കാതെ ഓടും. കാരണം എന്താ? അച്ചായൻ ചായ കിട്ടി കുടിച്ചു, വണ്ടിക്കകത്ത് കയറി, ഇനി ഓണടിയാ, കയറിക്കോണം ഇല്ലേ? ഞാൻ പറയും, നീ കേട്ടോണം. ഇതാണ് നമ്മുടെ ഈ ഒരു ബോസി നേച്ചർ. 3-ാമതൊരു കൂട്ടരുണ്ട്, എല്ലാം മനസ്സിലാക്കുന്ന, എല്ലാം അംഗീകരിക്കുന്ന, ഏതൊരവസ്ഥയിലും തൻ്റെ കുടുംബത്തെ കൊണ്ടുപോകാൻ കഴിവുള്ള, കൃപയുള്ള,
കൃപയുള്ള മനുഷ്യർ. ദൈവമേ, ഞങ്ങളെയും ഈ പിറുപിറുപ്പിൻ്റെയും വക്രതയുടെയും ലോകത്തിൽ കൃപയുള്ള മനുഷ്യരാക്കി ഓരോരുത്തരെയും മാറ്റണമേ എന്ന് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം. ഇൻട്രാപേഴ്സണൽ റിലേഷൻഷിപ്പ്, എനിക്ക് എന്നോടുള്ള ബന്ധം. നിങ്ങളിന്ന് അഭിമന്യ തിരുമേനിയുടെ കൽപ്പന വായിച്ചത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? ഈ COVID-19 കാലത്ത് ഒന്ന് പറയാമോ? ആർക്കെങ്കിലും വായിച്ച ആൾ പറയണ്ട, വേറെ ആർക്കെങ്കിലും പറയാമോ? എങ്ങനെ ആയിരിക്കണമെന്ന് വായിച്ചായിരുന്നു ആ കൽപ്പനയിൽ? ഭൂമിയുടെ ഉപ്പായും വെളിച്ചമായും തീരുവാൻ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാകുന്നു എന്ന് വായിച്ചത് കേട്ടായിരുന്നോ? അതോ ഇനി ഞാൻ മാത്രമേ കേട്ടുള്ളൂ? അല്ല, കേട്ടു അല്ലേ? ഇത് തന്നെയാണ്. ഞാൻ ഇതൊന്ന് ചരിച്ചോട്ടെ, വണ്ടിയുടെ ലൈറ്റ് മുഖത്തേക്ക്. ഓക്കെ, അപ്പം നമ്മൾ ഭൂമിയുടെ ഉപ്പാകുന്നു. വിശുദ്ധ മത്തായി സുവിശേഷം 5-ാം അധ്യായമാണ് പറയുന്നത്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പിൻ്റെ പ്രത്യേകത എന്താ? ഉപ്പ് രുചി അല്ലേ? ഈ രുചിക്കൊക്കെ മുൻപ് ഉപ്പിനൊരു പ്രവൃത്തിയുണ്ട്. എന്താണെന്നറിയോ? ഉപ്പ് ലയിച്ചു ചേരുന്ന വസ്തുവാണ്. ഉപ്പ് ലയിച്ചു ചേരുന്ന വസ്തുവാണ്. കുടുംബങ്ങളിൽ നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ലയിച്ചു ചേരുവാൻ എനിക്ക് സാധിക്കണം. അങ്ങനെ സാധിക്കാത്ത ഒരു കുടുംബമായിരുന്നു ദാവീദ് രാജാവിൻ്റെയും മീഖൾ രാജ്ഞിയുടെയും കുടുംബം. 2 ശമൂവേൽ പുസ്തകം 6-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ദാവീദ് രാജാവും മീഖൾ രാജ്ഞിയും. ആരാ മീഖൾ രാജ്ഞി? ശൗൽ രാജാവിൻ്റെ മകളാണ്. അങ്ങനെ വെറുതെ കാര്യമൊന്നുമല്ല, ഞാൻ ഇന്ന കുടുംബത്തിലെ ആളാണ് ഈ രാജ്ഞി. എന്താ അവിടെ സംഭവം? 6-ാം അധ്യായം പറയുകയാണ്, രാജാവിന് വലിയ ആഗ്രഹമായിരുന്നു യഹോവയുടെ പെട്ടകം തൻ്റെ രാജ്യത്തിൻ്റെ അകത്ത് കൊണ്ടുവരണമെന്ന്. അത് കിട്ടിയ സമയം നോക്കി രാജാവ് എന്ത് ചെയ്തു? രാജാവ് വളരെ സന്തോഷത്തോടുകൂടി രാജാവ് പഞ്ഞിനൂലങ്കി ധരിച്ച് തൻ്റെ ജനത്തിൻ്റെ കൂടെ ഒരു നിസാരനെ പോലെ നൃത്തം ചെയ്തു. ഇത് മുകളിലെ മട്ടുപ്പാവിൻ്റെ കിളിവാതിൽ കൂടി ആര് കണ്ടു? മീഖൾ രാജ്ഞി കണ്ടു. നമുക്കത് രാജാവ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊന്നും തോന്നില്ല. നിങ്ങൾ നിസ്സാരം വിചാരിച്ചേ. അച്ഛനെ ഒന്ന് ഉദാഹരണം വെക്കുവാണേ, നിങ്ങൾ എത്ര റെസ്പെക്റ്റ് ചെയ്യുന്ന അച്ഛനാ അല്ലേ? നിങ്ങൾ അച്ഛനെ ഇങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നത്. ഇനി അച്ഛൻ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ കാണാനാണ് അച്ഛനെ ആഗ്രഹിക്കുന്നത്. അപ്പം നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ, അച്ഛനെ കാണുമ്പോൾ തന്നെ നമുക്ക് എന്ത് തോന്നും? റെസ്പെക്റ്റ് തോന്നും. എന്നാൽ അച്ഛൻ ഇങ്ങനെ ദാവീദ് രാജാവിനെയൊക്കെ പോലെ യൂത്തിൻ്റെയൊക്കെ കൂടെ ആ റോഡിൽ നിന്ന് ആരെങ്കിലും ജയിച്ചെന്ന് പറഞ്ഞ് ഡാൻസ് ചെയ്താൽ നിങ്ങൾ ആരെങ്കിലും സമ്മതിക്കുമോ? സമ്മതിക്കുമോ? ഇത്രയുമാണ് ആരും ചെയ്തത്? ദാവീദ് രാജാവ് ചെയ്തത്. ദാവീദ് രാജാവ് പഞ്ഞിനൂലങ്കി ധരിച്ച് എവിടെ നിന്ന് നൃത്തം ചെയ്തു? തെരുവോരത്തിൽ കൂടെ നൃത്തം ചെയ്തു. ഇത് കണ്ടപ്പോൾ 6-ാം അധ്യായം 16-ാമത്തെ വാക്യം പറയുകയാണ്, ഇത് കണ്ട് നൃത്തം ചെയ്യുന്നത് കണ്ടപ്പോൾ മീഖൾ രാജ്ഞി രാജാവിനെ ഹൃദയത്തിൽ നിന്ദിച്ചു. രാജാവ് കൊട്ടാരത്തിനടുത്തെത്തി കൊട്ടാരത്തിലുള്ളവരെയെല്ലാം, പുറത്തുള്ളവരെയെല്ലാം അനുഗ്രഹിച്ച്, കൊട്ടാരത്തിൽ അകത്തുള്ളവരെ അനുഗ്രഹിച്ച് അകത്തേക്ക് വന്നപ്പോൾ മീഖൾ രാജ്ഞിയുടെ മുഖം അത് നമുക്ക് പറഞ്ഞു തരാതെ തന്നെ അറിയാം അല്ലേ? ഇവിടെ കൊച്ചുങ്ങളോട് ചോദിച്ചാൽ മതി, മൂത്തവരെ ഇളയവരോട് പറയും ഇങ്ങ് പോരെ, ഇന്നിനി അങ്ങോട്ട് സംസാരിച്ചുകൊണ്ട് ചെന്നാൽ വെറുതെ അടി മേടിക്കണ്ട കേട്ടോ, പോരും. ഇച്ചിരൂടെ വലുതാകുമ്പോൾ പിള്ളേർ എന്ത് പറയും? മമ്മിക്ക് ആരോടെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവരോട് പറയണം, എന്നോടൊന്നും അല്ലേ? പിള്ളേർ ചിരിക്കുന്നത് കറക്റ്റല്ലേ? അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് മീഖൾ രാജ്ഞിയുടെ മുഖം. മീഖൾ രാജ്ഞി രാജാവിനോട് പുച്ഛത്തോടെ പറഞ്ഞു, നിങ്ങൾക്ക് നാണമില്ലേ ഇങ്ങനെ ഒരു രാജാവ് നിന്ന് നൃത്തം ചെയ്യാൻ? അല്ലേലും പിന്നെ കുത്ത. എന്താ കാര്യം? അല്ലേലും എന്താ? നിങ്ങളാരാ പഴയ ആട്ടിടയനല്ലേ? അട്ടയെ പിടിച്ച് മെത്തേ കിടത്തിയ ദാവീദ് രാജാവ് ഒട്ടും മോശമല്ല കേട്ടോ. ദാവീദ് രാജാവ് 21, 22, 23 വാക്യം വീട്ടിൽ പോയെന്ന് വായിക്കണം. ദാവീദ് രാജാവ് ഉടനെ എന്താ പറഞ്ഞെന്നറിയോ? നിന്റെ അപ്പനായ ശൗൽ രാജാവിനേക്കാൾ വലിയ രാജാവാക്കി എൻ്റെ ദൈവം എന്നെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനിയും നൃത്തം ചെയ്യുകയും ചെയ്യും, ഇതിലും ബോറായിട്ട് നൃത്തം ചെയ്യുകയും ഇതിലും ബോറായിട്ട് എനിക്ക് ഇഷ്ടമുള്ളതുപോലെ. അപ്പോൾ ആരെയൊക്കെ പറഞ്ഞു? എനിക്ക് തോന്നിയത് ചെയ്യുമെന്നും പറഞ്ഞു. രാജ്ഞിയുടെ വീട്ടിലിരിക്കുന്ന ഡാഡിയെയും പറഞ്ഞു. ആര്? ദാവീദ് രാജാവ്. ഒട്ടും കുറയ്ക്കാൻ പോയില്ല, ഇത്രയും പറഞ്ഞു. ഇത്രയൊക്കെയല്ലേ ഉള്ളൂ നമ്മുടെ വീട്ടിലെയും പ്രശ്നം.
ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ വീട്ടിലെ പ്രശ്നം. പക്ഷേ ഈ ഒരൊറ്റ കാരണത്താൽ ദാവീദ് രാജാവ് രാജ്ഞിയെ ഡിവോഴ്സ് ചെയ്തു. ഇതുപോലെ എന്തായിരുന്നു കാരണം? രാജാവിനെ ഹൃദയത്തിൽ നിന്ദിച്ചു. പലപ്പോഴും നമ്മളുടെ ജീവിതത്തിലെയും പ്രശ്നം, നമ്മളുടെ ജീവിത പങ്കാളിയെ, നമ്മളുടെ മക്കളെ ഹൃദയത്തിൽ നിന്ദിക്കുന്നവരാണ് നമ്മൾ. എന്നാൽ കുറവുകളോടുകൂടി ഹൃദയത്തിൽ നിന്ന് അനുഗ്രഹം അവരിലേക്ക് വരണം. അപ്പോൾ മാത്രമേ അവരിലെ ആ ഒരു ബലഹീനത മാറുകയുള്ളൂ. എന്നാൽ 1 ശമൂവേൽ പുസ്തകം 25-ാം അധ്യായത്തിൽ വേറെ ഒരു ഫാമിലിയെ കാണാം, അബിഗേലും നാബാലും. അബിഗേലിനെ കുറിച്ച് പറയുന്നത്, അബിഗേലോ വിവേകമതിയും സുന്ദരിയുമായിരുന്നു, നാബാലോ നിഷ്ഠൂരനും ദുഷ്കർമ്മിയുമായിരുന്നു. എന്നാൽ അവൻ കാലേബ് വംശക്കാരനായിരുന്നു, വലിയ ധനികനുമായിരുന്നു. നമുക്കൊരു വിചാരമുണ്ട്, കുറച്ച് പഠിത്തവും കുറച്ച് പൈസയും ഉണ്ടെങ്കിൽ നമ്മളെല്ലാം ആണ് എന്നൊരു ധാരണ ആർക്കുണ്ടായിരുന്നു? നാബാലിനുണ്ടായിരുന്നു. ഈ നാബാൽ എന്ത് ചെയ്തു എന്നറിയാമോ? രോമം കത്രിക്കുന്ന ഒരു വിരുന്ന് നടക്കുകയാണ്. ഈ രോമം കത്രിക്കുന്ന വിരുന്ന് നടക്കുമ്പോൾ ദാവീദിൻ്റെ ആളുകൾ അവിടെ ആഹാരം കഴിക്കാനായിട്ട് വന്നു. നാബാല് പുച്ഛത്തോടെ ചോദിച്ചു, ദാവീദ് ആരാ? അവൻ്റെ ആളുകൾക്ക് ഇവിടെ എന്താ കാര്യം? അവരെ പുറത്താക്ക് എന്ന് ആര് പറഞ്ഞു? നാബാൽ പറഞ്ഞു. ഇത് കേട്ട് നാബാലിൻ്റെ ജോലിക്കാർ നാബാലിൻ്റെ ഭാര്യയായ അബിഗേലിൻ്റെ അടുത്തേക്ക് കടന്നു വന്നിട്ട് പറയുകയാണ്, അബിഗേലെ, ഇത് നല്ലതിനല്ല. നമ്മളുടെ ആളുകൾ അവരുടെ പ്രദേശത്തായിരുന്നപ്പോൾ അവരായിരുന്നു നമ്മളെ ടേക്ക് കെയർ ചെയ്തത്, അവരായിരുന്നു നമ്മൾക്ക് കാവൽ കിടന്നത്. അതുകൊണ്ട് ദാവീദ് പടയ്ക്ക് വരുമെന്നുള്ളത് ഉറപ്പാണ്, ദാവീദിന് വലിയ സൈന്യമുണ്ടെന്ന് ഉറപ്പാണ്. അബിഗേൽ പെട്ടെന്ന് തന്നെ ആഹാര സാധനങ്ങളെല്ലാം എടുത്തു. തൻ്റെ ഭർത്താവായ നാബാലിനോട് അവൾ ഒന്നും അറിയിച്ചില്ല. വേണ്ട അടയും മുന്തിരിക്കുലയും വീഞ്ഞും എല്ലാം എടുത്ത് കഴുതയ്ക്ക് കോപ്പിട്ട് ദാവീദിനെ കാണാൻ അങ്ങോട്ട് ചെല്ലുകയാണ്. അങ്ങോട്ട് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, ദാവീദ് പടയൊരുക്കവുമായിട്ട് ഇങ്ങോട്ട് വരികയാണ്. അബിഗേൽ പെട്ടെന്ന് തന്നെ താന്ന് കുമ്പിട്ട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, എൻ്റെ ഭർത്താവിൻ്റെ കുറവുകൾ എൻ്റെ മേലിരിക്കട്ടെ, കരുണ തോന്നണമെന്ന്. ദാവീദ് പറഞ്ഞു, നോ കോംപ്രമൈസ്. എന്നെ മറന്ന, എൻ്റെ പ്രവർത്തികളെ മറന്ന നിൻ്റെ ഭർത്താവിൻ്റെ മുൻപാകെ നോ കോംപ്രമൈസ്. അബിഗേൽ ബുദ്ധിമതിയായിരുന്നു. അബിഗേൽ കാലോലോട്ടങ്ങ് വീണു. അയ്യോ, അങ്ങനെ പറയല്ലേ, എൻ്റെ ഭർത്താവിൻ്റെ പേരിൻ്റെ അർത്ഥം തന്നെ ഭോഷ്ക് എന്നാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല കേട്ടോ. 25-ാം അധ്യായം 25-ാം വാക്യം പറയുന്നു, ഭോഷത്വം എന്നത്രേ അവൻ്റെ പേര് തന്നെ വിവരമില്ലാത്തവനെന്നാണ്. ഇന്ന് സ്വന്തം ഭാര്യയ്ക്ക് അറിയാം. എന്നിട്ട് കാലെ പിടിച്ചു. ദാവീദ് അബിഗേലിനോട് പറയാണ്, അല്ലയോ യുവതി, നിൻ്റെ വിവേകം സ്തുത്യം. ദാവീദ് ഈ കാഴ്ചകളെല്ലാം സ്വീകരിച്ച് തൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു പോകുകയും ചെയ്തു. അന്ന് അബിഗേൽ തിരിച്ചു വീട്ടിലേക്കെത്തി. അന്നൊന്നും പറഞ്ഞില്ല നാബാലിനോട്. കാരണം എന്താ? വിരുന്ന് കഴിഞ്ഞ് കുടിച്ച് ഉന്മത്തനായി കിടക്കുന്ന നാബാലിനോട് ഇനി പറഞ്ഞിട്ട് എന്താണ് എന്ന് നമ്മുടെ വീട്ടിലെ വഴക്ക് കേട്ടാൽ ഇതിൽ ആരാണ് കുടിച്ചതെന്ന് നമുക്ക് ചിലപ്പോൾ സംശയം തോന്നും. കുടിച്ച ആളിനേക്കാൾ ശക്തിയിലായിരിക്കും ഇതിലാരാണ്. ചില വീട്ടിലെ വഴക്ക് കേൾക്കുമ്പോൾ ഞാൻ ഓർക്കും, ഇതിൽ ആൻറ്റിയാണോ അങ്കിളാണോ ഇവിടെ ആരാണ് ഇവിടെ കുടിച്ചതെന്ന് നമുക്ക് ചിലയിടത്തൊക്കെ ഡൗട്ട് തോന്നും. പക്ഷെ നാബാൽ ഒന്നും മിണ്ടിയില്ല. പറഞ്ഞിട്ട് കാര്യമില്ലാത്തവരോട് പറഞ്ഞിട്ട് എന്തിനാ? നാബാലിനോട് അബിഗേൽ ഒന്നും മിണ്ടിയില്ല. എന്നാൽ യഹോവ നാബാലിനെ സന്ദർശിച്ചു, നാബാലിൻ്റെ ആയുസ്സിനെ തിരികെ എടുത്തു. ഈ വാർത്തയറിഞ്ഞ ദാവീദ് ഒരു ദൂതനെ വിട്ടു. ഇത്രയും വിവേകമുള്ള സ്ത്രീയെ നിനക്കെൻ്റെ ഭാര്യയാവാൻ ആഗ്രഹമുണ്ടോ? അങ്ങനെ അബിഗേൽ ദാവീദിൻ്റെ രാജ്ഞിയാകുകയും ചെയ്തു. പ്രിയമുള്ളവരെ, ഇവരുടെ ജീവിതവും നമ്മുടെ ജീവിതവുമായിട്ടുള്ള ബന്ധം എന്താണ്? ഇവിടെ പറയുന്നുണ്ട്, തൻ്റെ ഭർത്താവിനൊരു കുറവുണ്ടെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഓടി അങ്ങോട്ട് ചെന്നിട്ട്, മനുഷ്യ, നിങ്ങളവരെ എന്നാ കണ്ടുകൊണ്ടോ പറഞ്ഞു വിട്ടെ, നിങ്ങളിപ്പോൾ പോയി വിളിക്കണം എന്നൊന്നും അബിഗേൽ പറഞ്ഞില്ല. അബിഗേൽ വേണ്ടതുപോലെ പ്രവർത്തിച്ചു. ചിലപ്പോൾ കൊടുപ്പാൻ കുറവുള്ളവരായിരിക്കാം നമ്മുടെ ജീവിത പങ്കാളി, പക്ഷെ കൊടുക്കുന്ന കൈയുള്ളവൻ വീട്ടിലുണ്ടായിരിക്കണം. ചിലപ്പോൾ കേൾക്കാൻ കുറവുള്ളവൻ വീട്ടിലുണ്ടാകും, കേൾക്കാൻ ചെവിയും ഹൃദയവുമുള്ളവൻ വീട്ടിലുണ്ടായിരിക്കാം. ബലഹീനത നമ്മുടെ മക്കൾക്കുണ്ടാകും, പക്ഷെ അതിനെ ദൈവസന്നിധിയിൽ വെക്കാനുള്ള കഴിവുള്ള മാതാപിതാക്കൾ ഉണ്ടായിരിക്കണം. അബിഗേൽ എന്തു ചെയ്തു? ഓടി ദാവീദ് രാജാവിൻ്റെ കാൽക്കൽ വീണു. വീഴേണ്ടവൻ്റെ മുൻപാകെ വീഴണം, അവൻ്റെ മുൻപിൽ കൈകൾ കൂപ്പണം. ചിലപ്പോൾ അവൻ നല്ല അടി തന്നിട്ട് നമ്മളോട് പറയും, ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവമല്ലേ, ഈ കാണുന്നതെല്ലാം ഞാൻ നിനക്ക് തന്ന ദൈവമല്ലേ, ഈ കൊറോണ വന്ന് എത്രയോ പേർ എടുക്കപ്പെട്ടപ്പം ഞാൻ നിന്നെ സൂക്ഷിച്ച ദൈവമല്ലേ, എന്നിട്ടും നീ എന്നോട് മർദ്ദലിക്കുന്നു. അപ്പോൾ വീണ്ടും അവൻ്റെ സന്നിധിയിൽ കരച്ചിലോടുകൂടി കണ്ണുനീരോടുകൂടി കടന്നു ചെല്ലണം. അബിഗേലിനെ നോക്കി ദാവീദ് പറഞ്ഞതുപോലെ നമ്മളെ നോക്കി സ്വർഗം പറയണം, അല്ലയോ പേര് പറഞ്ഞു പറയണം, നിന്റെ വിവേകം സ്തുത്യം.
കാലത്തും മധ്യാഹ്നത്തും രാത്രിയിലും നീ എൻ്റെ അടുക്കിലേക്ക് വരുന്നു, നിന്റെ വിവേകം സ്തുത്യം. കാരണം എന്താണ്? ഈ കാലത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇത് ദുഷ്കാലമാണ്, സമയം തക്കത്തിൽ ഉപയോഗിക്കണം. എഫെസ്യ ലേഖനം 5-ാം അധ്യായം 16-ാം വാക്യമാണ്, ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. സമയം തക്കത്തിൽ ഉപയോഗിക്കാൻ എനിക്ക് സാധിച്ചില്ല എങ്കിൽ എൻ്റെ ജീവിതം എന്തുപോലെയാകുമെന്നറിയാമോ? കിഴുത്ത വീണ കപ്പൽ പോലെ ആയിരിക്കും. ഈ കിഴുത്ത വീണ കപ്പലിൻ്റെ പ്രത്യേകത എന്താ? ഷോയൊക്കെ ഉണ്ട് കപ്പലിന്, പക്ഷെ നമ്മൾ പോലും അറിയാതെ പക്ഷെ നമ്മളുടെ പലപ്പോഴും ജീവിതം എങ്ങനെയാണെന്നറിയാവോ? നമ്മളുടെ ജീവിതം എങ്ങനെയാണ് നശിച്ചു പോകുന്നതെന്നറിയാവോ? ഒരിക്കലേ 2 ചേട്ടന്മാർ അവരുടെ ഗ്രാമത്തിൽ ഷാപ്പില്ല. അവർ പണിയൊക്കെ കഴിഞ്ഞ് അയൽ ഗ്രാമത്തിലെ ഷാപ്പിലേക്ക് പോയി. അവർ കടത്ത് കടന്ന് ഷാപ്പിൽ പോയി. എന്താണെന്നറിയാമല്ലോ എല്ലാവർക്കും. അത് കഴിഞ്ഞ് തിരികെ മൂന്തിയ കൂടി സമയത്ത് വന്നു. അവർ രണ്ടുപേരും പാട്ടൊക്കെ പാടി അവർ രണ്ടുപേരും അവരുടെ ഗ്രാമത്തിലേക്ക് തുഴയുകയാണ്. പാട്ട് പാടി പഴയ കഥകളൊക്കെ പറഞ്ഞ് ആസ്വദിച്ച് ഇങ്ങനെ എൻ്റർടൈൻ ചെയ്ത് ഇങ്ങനെ രണ്ടുപേരും കൂടി ഇങ്ങനെ പോവാണ്. കുറേ നേരം തുഴഞ്ഞിട്ട് ഒരു വീട്ടിലെത്തുന്നില്ല. അപ്പോൾ ഒരാൾ മറ്റേയാളോട് ചോദിച്ചേടാ, നമ്മൾ നമ്മുടെ വീട്ടിലെ ഡയറക്ഷനിലോട്ട് തന്നെയല്ലേ തുഴയുന്നത്? നേരം മറ്റേയാൾ പറഞ്ഞു, വൈ നോട്ട്, കറക്റ്റാണ്, നമ്മൾ അങ്ങോട്ട് തന്നെയാണ് തുഴയുന്നത്. അപ്പം മറ്റേയാൾ പറഞ്ഞു, നീ നോക്കിയേ, ദൂരെ ചക്രവാളത്തിൽ സൂര്യൻ ഉദിക്കുന്നു. അപ്പോൾ അയാൾ പറഞ്ഞു, ശരിയാണല്ലോ. മറ്റേയാൾ പറഞ്ഞു, രണ്ട് കിളികളൊക്കെ ചിലയ്ക്കുന്നു. രാവിലെ ആയടാ. അപ്പോൾ രാത്രി മുഴുവൻ നമ്മൾ തുഴഞ്ഞിട്ടും എന്താ വീട്ടിലെത്താഞ്ഞത്? പ്രഭാതം പൂർണ്ണമായപ്പോൾ അവർ മനസ്സിലാക്കി അവരുടെ വള്ളം ഇപ്പോഴും തലേദിവസം കെട്ടിയ തെങ്ങെ തന്നെ കെട്ടിയിട്ടുണ്ടായിരുന്നു. രാത്രി മുഴുവൻ തുഴഞ്ഞിട്ട് കാര്യമുണ്ടോ? തെങ്ങിൽ നിന്ന് എന്തഴിച്ചിട്ടുണ്ടായിരുന്നില്ല? കയറഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതുപോലെയാ. കേൾക്കുമ്പോൾ എല്ലാം ഭയങ്കര രസമാണ്, പക്ഷെ നമ്മുടേതായ ശീലങ്ങളുടെ കെട്ടഴിച്ച് വിടാൻ നമ്മൾ തയ്യാറല്ല. കേൾക്കുമ്പോൾ കുഴപ്പമില്ല, 10-ൽ 4 മാർക്ക് കൊടുത്തേക്കാം, കുഴപ്പമില്ല. അതല്ല നമുക്ക് വേണ്ടത്. എന്താണോ എന്നെ കെട്ടിയിട്ടിരിക്കുന്നത്, എന്നെയും എൻ്റെ കുടുംബത്തെയും തമ്മിൽ അകറ്റുന്നത് എന്താണോ അതിൻ്റെ കെട്ടഴിച്ചു വിടാൻ നമുക്ക് സാധിക്കണം. ഈ കൊറോണ നമ്മളെ പഠിപ്പിച്ച ഏറ്റവും വലിയ പാഠം എന്താണ്? കൊറോണ നമ്മളെ പഠിപ്പിച്ച പാഠം സത്യം പറഞ്ഞാൽ ആരെ കണ്ടു പഠിക്കണമെന്ന് നമ്മൾ പറയത്തില്ലേ, ആരെയാണ് കണ്ടു പഠിക്കേണ്ടത്? കൊറോണയെയാണ് കണ്ടു പഠിക്കേണ്ടത്. എന്താ കൊറോണയുടെ പ്രത്യേകത? ഇപ്പോൾ തന്നെ 2 വർഷമേ ആയിട്ടുള്ളൂ, പക്ഷെ എത്ര ടൈപ്പായിട്ടല്ലേ മ്യൂട്ടേഷൻ സംഭവിച്ച് നമ്മൾ ഓരോ പ്രാവശ്യം മരുന്നും കൊണ്ട് ചെല്ലുമ്പം പറ്റിച്ചേ എന്ന് പറഞ്ഞ് അടുത്ത ആളായിട്ട് ഇത് മാറുകയാണ്. ശരിയല്ലേ? എത്രത്തോളം വചനം കേട്ടിട്ടും മനുഷ്യ നിനക്ക് എന്താണ് മാറാൻ പറ്റാത്തതെന്ന് കൊറോണ ഇപ്പം കൊറോണ നമ്മളെ പഠിപ്പിച്ച ആദ്യത്തെ പാഠം എന്താണ്? നമ്മുടെ റോഡിലെ ഇലക്ട്രിക് പോസ്റ്റിൽ പോലും ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു, ബ്രേക്ക് ദ ചെയിൻ. കൊറോണ നമ്മളോട് പറയാതെ പറഞ്ഞ സുവിശേഷമാണ് ബ്രേക്ക് ദ ചെയിൻ. നമ്മളുടെയൊക്കെ വീട്ടിൽ ഒട്ടിച്ചു വെക്കണം. എന്ത്? ബ്രേക്ക് ദ ചെയിൻ. നമ്മൾ പലയിടത്തും ബന്ധനം അഴിക്കാൻ പോകുന്നവരാ. ഈ വീട്ടിൽ എന്തോ കുഴപ്പമുണ്ട് അച്ഛാ, ഈ വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയ പിന്നെയാ എവിടെ താമസിച്ചാലും നമ്മളൊക്കെ തന്നെയല്ലേ താമസിക്കുന്നത്. അതാണ് യഥാർത്ഥത്തിലെ കുഴപ്പം. ബ്രേക്ക് ദ ചെയിൻ. നമ്മളോട് കൊറോണ പറയാണ്, യു ഷുഡ് ബ്രേക്ക് യുവർ ഓൺ ചെയിൻ. എന്താണ് നിൻ്റെ ചങ്ങല? നിന്നെയും നിൻ്റെ ദൈവത്തെയും അകറ്റിയിരിക്കുന്നത്, നിന്നെയും നിൻ്റെ കുടുംബത്തിലുള്ളവരെയും അകറ്റിയിരിക്കുന്നത് നിൻ്റെ ദേഷ്യമാണോ? നിൻ്റെ എടുത്തുചാട്ടമാണോ? നിൻ്റെ കാർക്കശ്യത്തോടുള്ള പെരുമാറ്റമാണോ? നിൻ്റെ അസൂയയാണോ? നിന്നെയും നിൻ്റെ സഹോദരനെയും തമ്മിൽ അകറ്റിയിരിക്കുന്ന എന്താണ്? യു ഷുഡ് ബ്രേക്ക് ദ ചെയിൻ ബ്രേക്ക് ചെയ്തേ പറ്റുള്ളൂ. രണ്ടാമത് കൊറോണ പഠിപ്പിച്ച പാഠം എന്താണ്? സോഷ്യൽ ഡിസ്റ്റൻസിങ്. ഇത് എന്നേ ആയി കഴിഞ്ഞു അല്ലേ? നമ്മൾ ഒന്നിച്ചൊരു കാറേ വരുന്നേ ഉള്ളൂ. ഡിസ്റ്റൻസിങ് അറിയണമെങ്കിൽ വീട്ടിലോട്ട് വരണം. വീട്ടിൽ ഓരോ മുറിയും ഓരോ ഐലൻഡുകളായിട്ട് മാറിയിരിക്കുകയാണ്. ഡാഡിക്ക് ഡാഡിയുടെ റൂം, മമ്മിക്ക് മമ്മിയുടെ റൂം, മോന് മോൻ്റെ റൂം, മോക്ക് മോളുടെ റൂം. സോഷ്യൽ ഡിസ്റ്റൻസിങ് ഉള്ളപ്പോഴും ഹൃദയങ്ങളെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കണം. ഇപ്പം നമുക്ക് എല്ലാവർക്കും സ്നേഹമാണ്. കാര്യം എന്താണെന്നറിയോ? ഇതിലേതെങ്കിലും ഒരുത്തം കൊറോണ ഉണ്ടെന്ന് നമുക്ക് കംപ്ലീറ്റ് ആൾക്കാർക്കും. റോഡിൽ കൂടെ പോകുന്ന മീൻകാരന് വേണ്ടി നമ്മളിന്ന് പ്രാർത്ഥിക്കും, വെജിറ്റബിൾ കടക്കാരന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും, ഗ്രോസറി ഷോപ്പുകാരന് വേണ്ടി പ്രാർത്ഥിക്കും. കാരണം എന്താ? അവൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ആ കവർ വാങ്ങി, കർത്താവേ ഇവനെങ്ങും. ഇതാണ് കൊറോണ പറയുന്നത്. ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു കൊറോണ. പിന്നെ എന്ത് കൊറോണ പഠിപ്പിച്ചു? വാഷ് യുവർ ഹാൻഡ്സ്. എപ്പോഴും കഴുകപ്പെടാൻ പ്രാർത്ഥിച്ചു. ഇത് തന്നെയല്ലേ കുഞ്ഞാട് നമ്മോട് പറഞ്ഞത്? രക്തത്താൽ കഴുകപ്പെടണം. വീണ്ടും പറയണം, ഓൾവേസ് സാനിറ്റൈസ്. ദൈവാത്മാവിനാൽ കുടുംബങ്ങൾ ശുദ്ധീകരിക്കപ്പെടണം. പിന്നെ നമ്മളോട് എന്ത് പറഞ്ഞു?
പിന്നെന്ത് പറഞ്ഞു? മാസ്ക് ഊരുകയേ വേണ്ടാന്ന്. കാരണം ഈ വാ തുറന്ന് ഒന്നുകൂടെ പഠിപ്പിച്ചു. ഈ വായും മൂക്കും കൂടെ ഒന്നിച്ചാ ക്ലോസ് ചെയ്തിരിക്കുന്നത്. കാരണം എന്താ? കർത്താവ് നമ്മളോട് പറയാണ്, നിന്റെ വായിലെ വാക്കുകളും നിന്റെ മൂക്കിൽ കൂടെ വരുന്ന ശ്വാസവും, അതായത് നിന്റെ ജീവനും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. നിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കിനാൽ നീ പിടിക്കപ്പെടും. നിന്റെ മക്കളെ കുറവുകളുണ്ടെങ്കിലും അവരെ അനുഗ്രഹിക്കാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ? നിന്റെ ജീവിത പങ്കാളിയെ കുറവുണ്ടെങ്കിലും അനുഗ്രഹിക്കാൻ നിനക്ക് സാധിക്കണം. വാക്കുകൾ പിടിക്കപ്പെടാൻ കാരണമാകരുത്. വീണ്ടും അടുത്തതിലേക്ക് പോകാം. ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, അല്ലേ? എനിക്ക് മറ്റുള്ളവരോടുള്ള ബന്ധം എങ്ങനെയാണ്? എൻ്റെ സഹോദരന്മാരോടുള്ള എൻ്റെ ബന്ധം എങ്ങനെയാണ്? എൻ്റെ മാതാപിതാക്കളോട് എൻ്റെ ബന്ധം എങ്ങനെയാണ്? എൻ്റെ ദേവാലയത്തിൽ എൻ്റെ ബന്ധം എങ്ങനെയാണ്? ആരെ കണ്ടു പഠിക്കണമെന്നറിയാമോ? നയമാനെ കണ്ടുപഠിക്കണം. നയമാനോട് എലീശ പ്രവാചകൻ പറഞ്ഞു യോർദാനിൽ ഇറങ്ങി കുളിക്കാൻ. നയമാൻ പറഞ്ഞു എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല, എൻ്റെ നാട്ടിൽ ഇതിൽ സൂപ്പർ നദികളുണ്ട്. അന്നേരം ദാസന്മാർ പറഞ്ഞു യജമാനനെ ഇതിലും വലുത് പറഞ്ഞാൽ ചെയ്യത്തില്ലയോ? അതിനെന്ത് വേണമെന്നറിയാമോ? ആദ്യം ആ രഥം വിട്ട് താഴേക്കൊന്ന് ഇറങ്ങണം. ഞാനെന്ന രഥം വിട്ടൊന്ന് താഴേക്ക് ഇറങ്ങണം ജീവിതത്തിൽ. പിന്നെ എന്ത് അഴിച്ചു വെക്കണം? പടച്ചട്ട. ഇതെല്ലാം ഊരി വെച്ചിട്ടാണ് നമ്മൾ മണ്ണിലേക്ക് പോകുന്നത്. ഈ പടച്ചട്ടയുണ്ടല്ലോ, അത് ചിലപ്പോൾ എൻ്റെ പഠിത്തത്തിൻ്റെ ആയിരിക്കാം, ചിലപ്പോൾ എൻ്റെ പണത്തിൻ്റെ ആയിരിക്കാം, ചിലപ്പോൾ എൻ്റെ കുടുംബമഹിമയുടെ ആയിരിക്കാം. എല്ലാ മനുഷ്യനും ഒരു ശ്വാസം അത്രേ. വായിലെ വാക്കുകളെ സൂക്ഷിക്കുക, മറ്റുള്ളവരുടെ ഹൃദയത്തെ മുറിപ്പെടുത്താതിരിക്കുക. നമ്മളുടെ വീട്ടിലേക്ക് പല പ്രശ്നങ്ങളും ഈ മീക്കൽ രാജ്ഞിയുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പോലെയാണ്. ഒരു ഉദാഹരണം പറയാം, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അത്. ഒരിക്കൽ ഒരു ഉച്ച സമയത്ത് ഒരു അങ്കിള് ചോറുണ്ണാൻ വരികയാണ്. ഈ അങ്കിളിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. നിങ്ങളുടെ ഒന്നും പോലെ ബ്ലെസ്ഡായ ഹസ്ബൻഡ് അല്ല ആ അങ്കിള്. അപ്പോൾ ആ അങ്കിൾ എന്ത് ചെയ്യുന്നു? എന്ത് കണ്ടാലും അങ്കിളൊരു കുറ്റം പറയും, ഒരു ചെറിയ കുറ്റം. അത് അങ്കിളിനൊരു സന്തോഷം. അതാണ് അങ്കിളുടെ വാട്ട് ഈസ് ഹാപ്പിനെസ് എന്ന് ചോദിക്കുന്നത്. ഒരു ഹാപ്പിനെസ് ആണത്. അപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാൻ വന്നിരുന്നു. ആൻറ്റി ചോറെടുത്ത് വെച്ചു, ഓക്കെ, കുഴപ്പമില്ല. മീൻകറി എടുത്ത് വെച്ചിട്ട് തോരൻ എടുക്കാൻ പോവാണ്. തോരനും കൊണ്ട് വരുമ്പോൾ ആൻറ്റി കാണുന്നത് ഈ മീൻകറി തണ്ട് ഇങ്ങനെ ഒഴിക്കുന്നതാണ്. ഇങ്ങനെ ഒഴിച്ചു നോക്കുക. എന്നിട്ട് ആൻറ്റിയോട് ചോദിച്ചു, എന്നാടി കൊട്ടാരക്കര മഴയായിരുന്നോ എന്ന്. ഈ കൊട്ടാരക്കര ആരുടെ വീടാണെന്നറിയോ? ആൻറ്റിയുടെ വീടാ. കൊട്ടാരക്കര മഴയാണോ എന്ന് ചോദിച്ചുള്ള അവസ്ഥ ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നെ പറഞ്ഞോണം. അപ്പോൾ പിന്നെ അങ്കിൾ വെറുതെ ഇരിക്കുമോ? പിന്നെ നിൻ്റെ വീട്ടുകാർ അവരുടെ വിശേഷമൊന്നും പറയണ്ട. അപ്പോൾ ഇവിടുന്ന് എന്ത് പറയും? നിങ്ങളുടെ അമ്മ എന്നോട് ചെയ്തൊന്നും ഞാൻ. പിന്നെ അങ്ങോട്ട് പെരുമഴ പെയ്യാൻ തുടങ്ങി. അവിടെ ഈ മഴ അങ്ങോട്ട് തകർത്ത് കഴിഞ്ഞപ്പോൾ അങ്കിളിന് എങ്ങനെയെങ്കിലും ജയിക്കണമല്ലോ. അങ്കിൾ ചാടി എഴുന്നേറ്റ് ഒറ്റ ഇടി വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു, ഇത്രയും പെയ്ത സ്ഥിതിക്ക് ഒരു ഇടിയും കൂടെ ഇരിക്കട്ടെ. ആൻറ്റി ജീവനും കൊണ്ട് ഓടി കേട്ടോ. അങ്കിൾ വിജയശ്രീ ലാളിതനായിട്ട് ഹാപ്പിനെസ് അല്ലേ കഴിക്കാൻ ആരംഭിക്കുകയാണ്. അങ്കിൾ കണ്ണ് തടിച്ച് തുറക്കുമ്പോൾ മുതൽ ഒരു മിന്നൽ വെട്ടിയതുപോലെ ആൻറ്റി അടുപ്പിൽ നിന്നൊരു വിറകുകൊള്ളി എടുത്തുകൊണ്ട് വന്ന് ഒരു കുത്തു വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു, ഇടി വെട്ടിയാൽ കൂടെ എന്തുകൂടെ ഉണ്ടാവും? മിന്നലും കൂടെ ആവും. ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, എൻ്റെ മറ്റുള്ളവരോടുള്ള ബന്ധം, എൻ്റെ സഹജീവികളോടുള്ള ബന്ധം, എൻ്റെ സഹോദരങ്ങളോടുള്ള ബന്ധം എങ്ങനെയാണ്? ഒരു ഭവനത്തിൽ 3 C's ഉണ്ടായിരിക്കണം. ഫസ്റ്റ് വൺ കമ്മ്യൂണിക്കേഷൻ, സെക്കൻഡ് വൺ കോംപ്രമൈസ്, തേർഡ് വൺ കമ്മിറ്റ്മെൻറ്റ്. 3 C's നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. കമ്മ്യൂണിക്കേഷൻ നമ്മുടെ വീട്ടിലുണ്ടായിരിക്കണം. റൈറ്റ് കമ്മ്യൂണിക്കേഷൻ പരസ്പരം ഉണ്ടാകണം. മനസ്സിൽ വെച്ചിട്ട് മറ്റുള്ളവരത് ചെയ്യണമെന്ന് വാശി പിടിക്കരുത്, നടപ്പ് കേസല്ല. 2, ചില കോംപ്രമൈസസ് ഓരോരുത്തരും അവരായിരിക്കുന്ന രീതിയിൽ അംഗീകരിക്കണം. പിന്നെന്താണ്? കമ്മിറ്റ്മെൻറ്റ്. ഇന്നു മുതൽ മരണം വരെ സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും സന്താപത്തിലും ഇല്ലേ? പിന്നെന്താ ഇടയ്ക്ക് വെച്ച് കാല് വലിക്കുന്നത്? ഇത് എക്സ്ചേഞ്ച് ഓഫറുള്ള സംഭവമാണോ? പിള്ളേരോട് ചോദിച്ചാൽ ഇപ്പോൾ ദിവാലി ആമസോണിൽ ഭയങ്കര ഓഫറാണ്. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ ഒരു ഫാമിലി എക്സ്ചേഞ്ച് ഓഫർ? ഇല്ല, ഓഫറില്ല. ആ സ്ഥിതിക്ക് എന്ത് ചെയ്തേ മതിയാവൂ? ലഭിച്ചതിനെ മുറുകെ പിടിക്കുക, അനുദിനം വിശുദ്ധീകരിക്കുക, കൃപ കൊണ്ട് നിറയ്ക്കുക, കൃപ നിറഞ്ഞ് ഒഴുകുമാറാകട്ടെ. അടുത്തതായിട്ട് പറയാണ്, നിങ്ങൾ ജീവൻ്റെ വചനം പ്രമാണിപ്പീൻ. ജീവൻ്റെ വചനം പ്രമാണിക്കുക. വചനം ദൈവത്തിൻ്റെ വായാണ്, അല്ലേ? വചനം ദൈവത്തിൻ്റെ വായാണ്. വചനം അനുസരിക്കുന്നവൻ്റെ ജീവിതം എങ്ങനെയായിരിക്കും എന്നറിയാമോ? അവൻ്റെ ജീവിതം ക്രിസ്തുവിൻ്റെ പത്രമായിരിക്കും. അവൻ്റെ ജീവിതം ക്രിസ്തുവിൻ്റെ പത്രമായിരിക്കും. 2 കൊരിന്ത്യർ 3-ാം അധ്യായം 2-3 വാക്യങ്ങളിൽ പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്, ഞങ്ങൾ അറിയുന്നതും സകല ജനങ്ങളും അറിയുന്നതും വായിക്കുന്നതുമായ ക്രിസ്തുവിൻ്റെ പത്രം നിങ്ങൾ തന്നെ. നമ്മളോട് പറയാണ്, നമ്മളാണ് ക്രിസ്തുവിൻ്റെ പത്രം.
നമ്മൾ തെരുവോരങ്ങളിൽ വെച്ച് സംസാരിക്കുന്നത് കേട്ട്, നമ്മൾ വീട്ടിൽ വെച്ച് സംസാരിക്കുന്നത് കേട്ട്, നമ്മൾ ജോലി സ്ഥലത്തിൽ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നമ്മളെ നോക്കിയിട്ട് ക്രിസ്ത്യാനിയാണ് പോലും, ക്രിസ്ത്യാനി ഇങ്ങനെ പറയുന്നത് കേൾക്കാറില്ലേ? ക്രിസ്ത്യാനിക്ക് എന്തുണ്ടായിരിക്കണം? അവനിൽ ക്രിസ്തു ഉണ്ടാകണം. അവനെ കാണുന്നവൻ ക്രിസ്തുവിനെ കാണണം. അവനെ കേൾക്കുന്നവൻ ക്രിസ്തുവിനെ കേൾക്കണം. അവനോട് സംസാരിക്കുന്നവൻ ക്രിസ്തുവിനോട് സംസാരിക്കണം. എൻ്റെ വീട്ടിൽ ക്രിസ്തു ആണോ ഞാൻ? ക്രിസ്തുവിൻ്റെ പത്രമാണോ ഞാൻ? ഇന്ന് നമ്മൾ ചിന്തിക്കണം. ചിലപ്പോൾ പത്രത്തിലൊക്കെ ജോലി ചെയ്യുന്നവർ ഇതിനകത്ത് കാണും കേട്ടോ. പണ്ടത്തെ പത്രം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പണ്ടത്തെ പത്രം എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, നമ്മളതങ്ങ് വിശ്വസിക്കും. പക്ഷെ ഇന്ന് പത്രം എടുത്തു കഴിഞ്ഞാൽ രാവിലെ അങ്ങ് ക്ഷീണം വരും. ആ ആദ്യത്തെ പേജ് തന്നെ അവരുടെ കുറ്റമല്ല, കൊലയും രക്തച്ചൊരിച്ചിലുകളും ഇത്ര മരണങ്ങളും ഇത്ര വൈറസുകൾ, ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് എന്താണ്? കംപ്ലീറ്റ് നെഗറ്റീവ് രാവിലെ തന്നെ അല്ലേ? അകത്തോട്ട് പോകുമ്പോഴോ കുറേ എൻജിനീയറിംഗ് കോളേജിൻ്റെ പരസ്യം, കുറച്ച് ഓഫറുകൾ, പിന്നെ അതിനപ്പുറത്ത് കുറച്ച് സ്പോർട്സ് എൻ്റർടൈൻമെൻറ്റ്സ്, ഇതൊക്കെ ഉള്ളൂ. പിന്നെ കുറച്ച് ചരമ വാർത്തകൾ. ഇത് തന്നെയല്ലേ ഒരു പുതിയ കുടുംബ ബന്ധങ്ങളും? ഇങ്ങനെയൊക്കെ തന്നെയല്ലേ? കുറേ നെഗറ്റീവുകളാണ് യഥാർത്ഥത്തിൽ പഠിച്ച കുറേ നെഗറ്റീവുകൾ. പിന്നെ നോക്കിയാലോ, പുറമേ മനുഷ്യരെ കാണിക്കാൻ കുറച്ച് എൻ്റർടൈൻമെൻറ്റ്സും. ഇവിടെയൊക്കെ വരുമ്പോൾ ഒരു പരസ്യം, നല്ല ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വന്നിട്ട് ഹാപ്പി മാരീഡ് ലൈഫ് അല്ലേ? ഹാപ്പി മാരീഡ് ലൈഫ്, കുറച്ച് പരസ്യവുമാണ്. എന്നാൽ ക്രിസ്തുവിൻ്റെ പത്രമാകാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഈ വേദപുസ്തകം തന്നെ 2 പത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. പഴയ നിയമം ഏദൻ എന്നൊരു പത്രവും പുതിയ നിയമം നസ്രത്ത് എന്നൊരു പത്രവുമാണ്. 3ാമത്തെ പത്രം നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടുപേരങ്ങ് ഓർത്താൽ മതി. ഈ ആദ്യം 2 പറയുന്ന പത്രം നമ്മളുടെ കുടുംബത്തിൻ്റെ ഏത് പത്രവുമായിട്ടാണ് നമ്മുടെ കുടുംബത്തിന് ബന്ധമെന്ന് നോക്കാം. ആദ്യത്തെ പത്രം എവിടെയുള്ളതാണ്? എവിടെയുള്ളതാ? കർത്താവിൽ നിദ്ര പ്രാപിക്കുകയെ. അതുകൊണ്ട് എന്തെങ്കിലും ഇതൊന്നാമത് ശീലമില്ല. അപ്പോൾ കുറേ നാളായിട്ട് നമ്മൾ വീട്ടിൽ ഇരിക്കുക, ശീലമില്ലാത്ത പണിയാണ്. അപ്പോൾ എന്തെങ്കിലും മറുപടി പറയണേ. ആദ്യത്തെ പത്രം ഏതാ? ഏദനിലെ പത്രമാണ്. ഏദനിലെ പത്രത്തിൻ്റെ പ്രത്യേകത എന്താ? ആദിയിൽ ആദാം ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട് തക്കതായ തുണയെ ആദാം നീ ഏകനാകണ്ട, വാ ഇതിനെ കൂടെ കൊണ്ടുപോക്കോ. അപ്പോൾ ആദാം പറഞ്ഞു, എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും എൻ്റെ മാംസത്തിൻ്റെ മാംസമോ, അരേവാ സൂപ്പർ. ആദാം ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആദാമും ഹൗവയും കൂടെ വളരെ സന്തോഷത്തോടെ ഓരോ ദിവസവും വൈകുന്നേരം യഹോവയാം ദൈവം വന്ന് ആദാം യേസ് മൈ ലോർഡ് ഓരോ ദിവസവും. പിന്നെ ആദാമിന് പഴയ ആ ഫ്ലോ ഇല്ല. കാരണം എന്തായിരുന്നു? അനുസരണക്കേട് കാണിക്കാൻ തുടങ്ങി. പിന്നെ കൂടെയുള്ളയാൾ പോരാന്ന് പറയാൻ ദൈവസന്നിധിയിൽ അനുസരണക്കേട് കാട്ടി. ആദാം എന്ത് ചെയ്തു? അത് മറച്ചു വെക്കാൻ ശ്രമിച്ചു. 3ാം ആദാം എന്ത് ചെയ്തു? ആദാം ഒളിച്ചിരുന്നു. 4ാമത് ആദാം എന്ത് ചെയ്തു? സ്വയം നീതീകരിച്ചു. 5ാമത് ആദാം എന്ത് ചെയ്തു? തൻ്റെ ജീവിത പങ്കാളിയെ പഴിചാരി. അനുസരണക്കേട് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ കാണിക്കാറുണ്ടോ? നമ്മളെ തന്നെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കാറുണ്ടോ? നമ്മുടെ വായെ തന്നെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കാറുണ്ടോ? ദൈവസന്നിധിയിൽ മറച്ചു വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നത് കേട്ട സ്വർഗം തുറന്നിങ്ങ് ഇറങ്ങി വരും അല്ലേ? എന്തോ പ്രാർത്ഥനയാണ് മറച്ചു വെച്ചിട്ട്. ദൈവസന്നിധിയിൽ പലതും മറവാണെന്നോർത്ത് ഒളിച്ചിരിക്കാൻ ശ്രമിക്കും. നമ്മുടെ നഗ്നതയെക്കുറിച്ചുള്ളൊരു ബോധമുണ്ടെങ്കിലും വീണ്ടും അത് ചെയ്യും. വീണ്ടും സ്വയം നീതീകരിക്കും. ഞാനാണോ? നിങ്ങളങ്ങനെ പറഞ്ഞുകൊണ്ടല്ലേ ഞാനിങ്ങനെ പറഞ്ഞ് അല്ലേ? സ്വയം നീതീകരിക്കും. 5 മുഴുവൻ കുറ്റവും ആരുടെയാ? ചില അമ്മമാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇങ്ങനെ അന്നേരം മുഴുവൻ കുറ്റം എനിക്കിങ്ങനെ അന്നേരം ഞാനാണല്ലോ അല്ലേലും ഇവിടുത്തെ. ചില അപ്പന്മാരും പറയല്ലേ, എല്ലാ അമ്മയ്ക്കും മക്കൾക്കും ഞാൻ പറയുന്നതാണല്ലോ പഠിച്ചോളും ഇല്ലേ? ജീവിത പങ്കാളിയെ പഴിചാരി. എന്നാൽ 2ാമത്തെ പത്രം ഒന്ന് നോക്കിക്കുക, നസ്രത്തിലെ പത്രം. അവിടുത്തെ പ്രത്യേകത എന്തായിരുന്നു? അവർ 2 സ്ഥലത്തിരുന്നപ്പോൾ പോലും ദൈവസന്നിധിയിൽ അവരെ ദൈവം കണ്ടു. 2 ദൈവത്തിൻ്റെ ശബ്ദം അവർ കേട്ടു. 3 ദൈവശബ്ദം തിരിച്ചറിഞ്ഞു, അവർ അനുസരിച്ചു. 4 ജീവിത പങ്കാളിയെ ചേർത്ത് നിർത്തി പരസ്പരം ശുശ്രൂഷ ചെയ്തു. ഇതെവിടെയാണ് റിപ്പീറ്റ് ചെയ്തതെന്നറിയാമോ? ഇവരുടെ 2 പേരുടെ അടുത്ത ജനറേഷൻ നോക്കിയാൽ മതി. ഏതെല്ലാം ജനറേഷൻ ആരായിരുന്നു? കയീൻ എന്ത് ചെയ്തു? സെയിം ആസ് ഹിസ് ഫാദർ ആൻഡ് മദർ ഹി ഓൾസോ റിപ്പീറ്റഡ് ദ സെയിം. എങ്ങനെ റിപ്പീറ്റ് ചെയ്തു? അവൻ എന്ത് ചെയ്തു? ദൈവസന്നിധിയിൽ അനുസരണക്കേട് കാട്ടി, തനിക്കുള്ളതിൻ്റെ നല്ലത് മറച്ചു വെച്ചു. എന്നിട്ട് ദൈവസന്നിധിയിൽ അത് ഒളിവായിരിക്കുമെന്ന് വിചാരിച്ചു. അവൻ സ്വയം നീതീകരിച്ചു. അവൻ തൻ്റെ സഹോദരൻ്റെ മേൽ പഴിചാരി. ശരിയല്ലേ?
ശരിയല്ലേ? രണ്ടാമത് നസ്രത്തിലാണെങ്കിലോ, അവൻ ദൈവപുത്രനായിരുന്നിട്ടും മനുഷ്യപുത്രനായി ഭൂമിയിൽ ജീവിച്ചപ്പോൾ തന്നെ താൻ താഴ്ത്തി അനുദിനം പിതാവിൻ്റെ ശബ്ദം കേട്ടു. അത് കേൾക്കുക മാത്രമല്ല, അനുസരിക്കുക കൂടെ ചെയ്തു. മറിയാം ദൈവസന്നിധിയിൽ പറഞ്ഞു, ഇതാ ഞാൻ കർത്താവിൻ്റെ, ഇതാ ഞാൻ ദാസി. അതെവിടെയാണ് റിപ്പീറ്റ് ചെയ്തത്? ആഫ്റ്റർ 33 years ഗത്സമനയിൽ അത് റിപ്പീറ്റ് ചെയ്തു. എങ്ങനെ റിപ്പീറ്റ് ചെയ്തു? പിതാവേ, നിന്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ എന്ന്. യൗസേപ്പ് മറിയാമിനെ ശുശ്രൂഷ ചെയ്യുവാൻ തന്നെത്താൻ ഏറ്റെടുത്തു. ശരിയാണോ? ശരിയാണ്. എന്നാൽ 33 വർഷങ്ങൾക്ക് ശേഷം മാളികയുടെ മുകളിൽ തങ്ങളിൽ ആരാണ് വലിയവനെന്ന് ശിഷ്യന്മാർ തമ്മിൽ സംസാരിച്ചപ്പോൾ ദൈവപുത്രനായ മനുഷ്യപുത്രനായ യേശു തമ്പുരാൻ സ്വയം പറയുകയാണ്, ഞാനോ നിങ്ങളുടെ ഇടയിൽ ഒരു ശുശ്രൂഷക്കാരനെ പോലെ ആകുന്നു. ഐ ആം നോട്ട് ദ ബോസ്. ഞാൻ ആരാണ്? ഞാൻ നിങ്ങളുടെ ഇടയിൽ ഒരു ശുശ്രൂഷക്കാരനാണ്. ശുശ്രൂഷ മനോഭാവമുള്ളൊരു മകനെ കിട്ടി. അവിടെ പരിമിതികൾക്കുള്ളിൽ ജീവിക്കുന്ന മാതാപിതാക്കളെ കാണാം. ആരാണ്? യൗസേപ്പിനന്ന് സത്രങ്ങളില്ലായിരുന്നു കാട്ടിക്കൊടുക്കാൻ. ഒരു കാലിത്തൊഴുത്ത മറിയാമിൻ്റെ മുൻപിൽ കാട്ടിക്കൊടുത്തത്. മറിയാം പറഞ്ഞു, നമുക്കിത് മതി. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് കാണിച്ച മാതാപിതാക്കൾക്ക് ജനിച്ച യേശുവെന്ന പുത്രൻ ദൈവപുത്രനായിരുന്നിട്ടും അവനൊരു കാലിത്തൊഴുത്തിൽ ഇറങ്ങി വന്ന് ജനിക്കുവാൻ സ്വർഗം അനുവാദം കൊടുത്തത് ഈ മാതാപിതാക്കൾക്കാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ക്രിസ്തുവിൻ്റെ പത്രമായി തീരണം. ജീവൻ്റെ വചനം പ്രമാണിക്കുന്നവരായി ദൈവശബ്ദം കേട്ടറിയണം. ദൈവത്തോട് ആലോചന ചോദിക്കുന്നവരാകണം നമ്മൾ ഓരോരുത്തരും. അപ്പോൾ മാത്രമാണ് മനോഹരമായ ഈ കുടുംബ ബന്ധം പൂർണ്ണമായി തീരുന്നത്. മൂന്നാമത് പറയാണ്, നിങ്ങൾ ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കണമെന്ന്. എന്താ ജ്യോതിസ്? വെളിച്ചം അല്ലേ? നിങ്ങൾ കാണുന്നില്ലേ ഇങ്ങനെ എൻ്റെ കണ്ണാടിയിലേക്ക് ഇങ്ങനെ നേരെ വന്നടിക്കുന്ന കാണുന്നില്ലേ? വെളിച്ചത്തിൻ്റെ പ്രത്യേകത എന്താണ്? അത് നേർരേഖയിൽ സഞ്ചരിക്കും. പിന്നെ എന്തു ചെയ്യും? അത് സ്വയം പ്രകാശിക്കും. അത് ഇരുട്ടിനെ ഇല്ലാതെയാക്കും. അത് മറ്റുള്ളവർക്ക് വെളിച്ചം കൊടുക്കും. നമ്മുടെ ജീവിതത്തിൽ മാതാപിതാക്കളായ നമ്മൾ ഓരോരുത്തരും വഴിവിളക്കുകളാണ്. നമ്മുടെ വരും തലമുറയുടെ മുൻപിൽ അവർക്ക് വഴി തെറ്റാതെ ഇരിക്കാനുള്ള വഴിവിളക്കുകളാണ് നമ്മൾ ഓരോരുത്തരും. വി ഹാവ് സം റെസ്പോൺസിബിലിറ്റി. നമുക്ക് പുതിയ തലമുറയോട് ചില റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അവരിപ്പം എങ്ങനെയാണെന്നല്ല, പക്ഷെ അവർ ക്രിസ്തുവിലാകേണ്ടതുപോലെ ആകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ക്രിസ്തുവിനെ പോലെ മക്കൾ ഭവനത്തിൽ വളർന്നു വരണം. നമ്മളുടെ ഉത്തരവാദിത്തങ്ങളെ നമ്മൾ പൂർണ്ണമായും മനസ്സിലാക്കണം. ഫാമിലി എന്ന വാക്കിൽ തന്നെയുണ്ട്. ശരിക്കും ആക്ച്വലി ഫാമിലി എന്ന് പറയുന്നത് ഒരു ടീം വർക്കാണ്. സിംഗിൾ അല്ല. ഫാമിലി എന്താണ്? ഒരു ടീം വർക്കാണ്. ടീം എന്താണ്? TEAM. ടുഗദർ എവ്രി വൺ അച്ചീവ്സ് മോർ. ഒന്നിച്ച് നിന്നാൽ നേടിയെടുക്കാവുന്നതാണ് ഒരു കുടുംബം. അതുകൊണ്ടാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ യേശു തമ്പുരാൻ പറയുന്നത്, വചനം കേട്ട് ഭവനം പണിയുന്നവനൊക്കെയും പാറമേൽ ഭവനം പണിയുന്ന ബുദ്ധിമാനായ മനുഷ്യനോട് സമനാണ്. ജീവിതത്തിൽ കാറ്റ് വരും, പ്രളയം വരും, ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരും, ജീവിതത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരും, രോഗം വരും. പക്ഷേ ക്രിസ്തുവാകുന്ന പാറയമേൽ അല്ലേ? നമ്മളിന്ന് പരിശുദ്ധ കുർബാന സ്വീകരിച്ചപ്പം ആ പാറ പിളർന്ന്, അതെവിടെയാണ് പറയുന്നത്? കൊരിന്ത്യ ലേഖനത്തിലാണ് പറയുന്നത്. ആ പാറ ക്രിസ്തുവാകുന്ന പാറമേൽ വെക്കണം. ബലഹീനതയോടുകൂടി ജീവിത പങ്കാളിയെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. എന്നാൽ നമുക്കിന്ന് പറ്റുന്ന വലിയൊരു പ്രശ്നം എന്താണെന്നറിയോ? നമ്മളുടെ പല കുടുംബങ്ങളും കെട്ടുറപ്പില്ലാത്ത കുടുംബങ്ങളാണ്. കെട്ടുറപ്പില്ല. നമ്മൾ ഏറ്റവും ആഡംബരത്തോടുകൂടി കല്യാണം നടന്നു. ഇങ്ങനെ ഒരു 4-5 വർഷം മുൻപ് ഒരു കല്യാണം നടന്നു. ഭയങ്കര റിച്ച് ഹൈഫൈ, നാട് മുഴുവൻ ഇറ്റ്സ് ഗുഡ് എന്ന് പറഞ്ഞൊരു കല്യാണമായിരുന്നു. കല്യാണം കഴിഞ്ഞ ആദ്യത്തെ 4 ദിവസം പെൺകുട്ടിയുടെ വീട്ടിലായിരുന്നു. അടുത്ത ദിവസം വ്യാഴാഴ്ച പയ്യൻ്റെ വീട്ടിലേക്ക് വന്നു. പിറ്റേ ദിവസം രാവിലെ ആയപ്പം പേസ്റ്റും ബ്രഷുമായിട്ട് പെൺകുട്ടി നിന്നപ്പോൾ പയ്യൻ പറഞ്ഞു, പേസ്റ്റ് താഴെ നടക്കണം കേട്ടോ. അപ്പോൾ അവളിങ്ങനെ ഒന്ന് നോക്കി. അപ്പോൾ ചോദിച്ചു, എന്താ ഈ പേസ്റ്റേ താഴെ നടക്കണം? അപ്പോൾ അവളെ ചോദിച്ചു, പേസ്റ്റ് ഇപ്പോൾ എവിടെ നിന്ന് എടുത്താൽ എന്താ, പല്ല് വെച്ചാൽ പോരെ? ഇപ്പം അങ്ങനെയൊന്നുമില്ലല്ലോ, എന്തും ആർക്കും ചോദിക്കാമല്ലോ. അപ്പോൾ പേസ്റ്റ് എവിടെ നിന്ന് എടുത്താൽ എന്താ, പല്ല് വെച്ചാൽ പോരെ? അപ്പോൾ അവൻ പറഞ്ഞു, അങ്ങനെയല്ല, പേസ്റ്റ് താഴെ നടക്കണം. ഞങ്ങളുടെ വീട്ടിൽ ഭയങ്കര ഡിസിപ്ലിൻ. ഞങ്ങളുടെ മമ്മി ഭയങ്കര ഡിസിപ്ലിനാണ്. മമ്മി ഭയങ്കര ഡിസിപ്ലിൻ്റെ ആളാണ്, പേസ്റ്റ് താഴെ നടക്കണം. ഇത്രയും കേട്ട ഉടനെ ഈ പെൺകുട്ടി
പേസ്റ്റ് എടുത്ത് ഒരൊറ്റ ഏറ് വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു, ഞങ്ങളും വീട്ടിൽ പല്ലൊക്കെ തേക്കുന്നവരാ. ഉടനെ തന്നെ ഫോൺ എടുത്തു. ആരെ വിളിച്ച് കാണും? ഒന്ന് പറഞ്ഞു, ആരെ വിളിച്ച് കാണും? മമ്മിയെ വിളിച്ചോ. ഡാഡി എങ്ങനത്തെ കേസിനൊന്നും വിളിച്ചാ നീ പല്ല് തേക്കോ പല്ല് തേക്കാതിരിക്കുകയോ എന്തെങ്കിലും ചെയ്യും. മമ്മിയെ വിളിച്ചപ്പോൾ മമ്മി പറഞ്ഞു, മോളെ മമ്മി പപ്പായം കൊണ്ട് അങ്ങോട്ട് വരുക. മമ്മി വന്നിട്ട് എന്ത് ചെയ്താൽ മതി? മമ്മി വന്നിട്ട് പല്ല് തേച്ചാൽ മതി. ഒടുവിൽ അവർ പറഞ്ഞും പെട്ടെന്ന് തന്നെ ആൽബം കല്യാണത്തിൻ്റെത് കിട്ടുന്നതിന് മുൻപ് തന്നെ, ഇപ്പോൾ ആൽബം ഒക്കെ കിട്ടണേ 2-3 മാസം എടുക്കും അല്ലേ? അപ്പോൾ കിട്ടുന്നതിന് മുൻപ് എന്ത് നടന്നു? ഒരു കോൾഗേറ്റിൻ്റെ പേസ്റ്റ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ കുടുംബങ്ങളുടെ കെട്ടുറപ്പുകൾ. ഇന്ന് ഇത്ര നിസ്സാരമാണോ നമ്മുടെ കുടുംബങ്ങൾ? എന്താ കാരണം? കാനായിലെ കല്യാണ വിരുന്നിൽ യേശു തമ്പുരാൻ അവിടെ ക്ഷണിക്കപ്പെട്ട അതിഥിയായിരുന്നു. അതുപോലെ നമ്മുടെ വിവാഹങ്ങളിൽ യേശു തമ്പുരാൻ ക്ഷണിക്കപ്പെട്ട അതിഥിയായി കൃപയുള്ളവരായി വളരണം. ഓരോ അപ്പനും പറഞ്ഞു കൊടുക്കണം വിവാഹിതരാകുന്ന മക്കളോട്, മോനെ നിൻ്റെ അമ്മയെ ഞാൻ നോക്കിയതുപോലെ, നിൻ്റെ അമ്മയുടെ വീട്ടുകാരെ ഞാൻ പരിഗണിച്ചതുപോലെ, ഞാൻ നിൻ്റെ അമ്മയെ റെസ്പെക്റ്റ് ചെയ്തതുപോലെ നീയും നിൻ്റെ ഭാര്യയെ റെസ്പെക്റ്റ് ചെയ്യണം. ഓരോ അമ്മയും പെൺമക്കളോട് പറഞ്ഞു കൊടുക്കണം, മോളെ നീ ചെല്ലുന്ന വീട് നഞ്ച് കലക്കിയതുപോലെ ആക്കരുത്. എന്ത് ചെയ്യണം? ഞാൻ നിൻ്റെ അപ്പനെ കീഴ്പ്പെട്ട് ജീവിച്ചതുപോലെ, ഞാൻ നിൻ്റെ അപ്പനെ അനുസരിച്ചതുപോലെ, നിൻ്റെ അപ്പൻ്റെ സഹോദരങ്ങളെ സ്നേഹിച്ചതുപോലെ, ഞാൻ നിൻ്റെ അപ്പൻ്റെ വീട്ടുകാരെ കരുതിയതുപോലെ നീ ചെല്ലുന്ന വീട്ടിൽ നീയും ഒരു മാതൃകയുള്ള മകൾ എന്ന് കേൾപ്പിക്കണം എന്ന് ഓരോ അമ്മയും പറഞ്ഞു കൊടുക്കണം. അപ്പം നമ്മൾ ചിന്തിക്കും, നമുക്ക് മാത്രമാണോ ഈ കീഴ്പ്പെടൽ? അല്ലേ, നമുക്ക് മാത്രമാണോ ഈ കീഴ്പ്പെടൽ? ഭാര്യമാരെ ഒട്ടും ഇഷ്ടമല്ല. അത് കല്യാണത്തിന് വായിക്കുന്നത് പോലും നമുക്കത്ര ഇഷ്ടമല്ല. നിങ്ങൾ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. കുറച്ച് നാളുകൊണ്ട് എന്ത് ചെയ്യുക? കാരണം എന്താണ്? ക്രിസ്തു സഭയുടെ തലയായതുകൊണ്ട് അപ്പൻ കുടുംബത്തിൻ്റെ തലയാണ്. ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു ആനന്ദമൊക്കെ ഉണ്ടാവും. പക്ഷെ അതിൻ്റെ താഴെ അച്ഛൻ വായിക്കുന്നുണ്ട്, ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ തൻ്റെ ചങ്കിലെ ചോര കൊടുത്ത് വീണ്ടെടുത്തതുകൊണ്ട് അവസാനതുള്ളി രക്തം കൊടുത്തും ആരെ വീണ്ടെടുത്തു? മണവാട്ടി സഭയെ. ഈ സ്നേഹിക്കുന്ന കീഴ്പ്പെടുന്ന ഭാര്യയെ തൻ്റെ ചങ്കിലെ രക്തം കൊടുത്തും സ്നേഹിക്കാൻ ഭർത്താവിന് സാധിക്കുമ്പോഴാണ് കീഴ്പ്പെടുന്ന ഭാര്യ. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, മറിയാമിനെ കിട്ടണമെന്ന് ആഗ്രഹിക്കണമെങ്കിൽ യൗസേപ്പ് ആവണം. യൗസേപ്പിനെ പോലത്തെ നീതിമാനെ കിട്ടണമെന്ന് ആഗ്രഹിച്ച നമ്മൾ ആരായ മതി? മറിയാമായ മതി. സിമ്പിളാണ് സംഭവം, വളരെ സിമ്പിളാണ്. ഇങ്ങനെ ആകുമ്പോൾ മാത്രമാണ്. അല്ലെങ്കിൽ അച്ഛനോട് പാടുന്നവർക്കാരല്ലേ മണവാളൻ തൻ മകുടം എന്താ? തിരുമുൾ മുടിയോട് സദൃശ്യം. മണവാട്ടിയുടെ മകുടമാണ് കുറച്ചുകൂടെ നല്ലത്. കാരണം എന്താണ്? അത് സതിമാർ മുടിയോട് രാജ്ഞിയാണ്. രാജ്ഞിയായി ഭാര്യയെ കുടുംബത്തിൽ കാണാൻ, രാജാവായി തൻ്റെ ഭർത്താവിനെ കാണാൻ ശുശ്രൂഷ മനോഭാവം നമ്മുടെ ഭവനത്തിലുണ്ടായിരിക്കണം. നമ്മളിൽ ആരും വലിയവരല്ല, ആരും ചെറിയവരല്ല. ക്രിസ്തുവിൽ നമ്മളെല്ലാവരും ഒന്നാണ്. നിയോഗങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കണം. ഓരോ കുടുംബങ്ങളും, എവറി ഹോം ഷുഡ് ബി എ റീഹാബിലിറ്റേഷൻ സെൻറ്റർ. മക്കളുടെ മുൻപിൽ ശുശ്രൂഷ കേന്ദ്രങ്ങളായിരിക്കണം. 3 ശുശ്രൂഷകൾ നമ്മുടെ ഭവനത്തിൽ ഉണ്ടാകണം. പ്രാർത്ഥന എന്ന ശുശ്രൂഷ, ബോധനം എന്ന ശുശ്രൂഷ, സേവനം എന്ന ശുശ്രൂഷ. പ്രാർത്ഥന എന്ന ശുശ്രൂഷ എൻ്റെ ഭവനത്തിൽ എത്രയുണ്ടെന്ന് നമ്മൾ തന്നെ ചിന്തിച്ചു നോക്കുകയെ. വ്യക്തിപരമായ പ്രാർത്ഥനയിൽ എൻ്റെ മക്കളുടെ മുൻപാകെ മാതൃകയാകുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? വ്യക്തിപരമായ പ്രാർത്ഥനയിൽ പലപ്പോഴും ബാണ്ടക്കെട്ട് പോലെ ആവശ്യങ്ങൾ ഇറക്കി വെക്കും. പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ എന്ത് ചെയ്യും? IT ഡ്യൂട്ടി കഴിഞ്ഞ് അവർ ലാപ്ടോപ്പ് എടുത്ത് പുറത്തിട്ട് പോകുന്നത് പോലെ വീണ്ടും ആ ഭാരം എടുത്ത് പുറത്തിട്ടിട്ട് വീണ്ടും കരച്ചിലും പറച്ചിലുമാണ്. അങ്ങനെയാണോ? വ്യക്തിപരമായ പ്രാർത്ഥനയിൽ പണ്ടുകാലത്ത് ഒന്നുമില്ലാതിരുന്ന മാതാപിതാക്കൾ രാത്രിയുടെ യാമാരംഭത്തിലും എഴുന്നേറ്റ് പ്രാർത്ഥിച്ചിരുന്നു അല്ലേ? ഞങ്ങൾ രാവിലെ ഉണരുന്നത്, എണ്ണയുണ്ടോ നിൻ വിളക്കിൽ, നീ ഒരുങ്ങിയിട്ടുണ്ടോ, നിർമ്മലമാം നീതി വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ, നിർമ്മലമാം നീതി വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ. കുടുംബജീവിതത്തിൻ്റെ എണ്ണയുണ്ടോ നിൻ്റെ വിളക്കിൽ? വ്യക്തമായ ശക്തമായ വ്യക്തി പ്രാർത്ഥനകൾ ക്രിസ്തീയ കുടുംബങ്ങളിൽ ഉണ്ടാകണം. അതാണ് ക്രിസ്ത്യാനിയുടെ പാരമ്പര്യം. 2 കുടുംബ പ്രാർത്ഥനകൾ. നമ്മുടെ മക്കൾ എവിടുന്നാണ് പ്രാർത്ഥന പഠിക്കേണ്ടത്? കുടുംബ പ്രാർത്ഥനകൾ. 2 വർഷം ദൈവം അവസരം തന്നു കുടുംബങ്ങളെല്ലാം ദേവാലയങ്ങളാക്കി മാറ്റാൻ. എന്നിട്ട് എനിക്കും നിങ്ങൾക്കും ഞങ്ങളുടെ ഭവനങ്ങളെ ദേവാലയമാക്കി മാറ്റാൻ പറ്റിയോ? ദൈവം നമുക്ക് അവസരം തന്നു, പന്തിട്ട് തന്നു, പെനാൽറ്റി അടിച്ചോ, എന്നിട്ട് ഗോൾ അടിക്കാൻ നമുക്ക് പറ്റിയോ? നമ്മളുടെ ജീവിതത്തിൽ ഓരോ കുടുംബങ്ങളെയും ദേവാലയമാക്കി മാറ്റാൻ 2 വർഷം ദൈവം അവസരം തന്നിട്ട് സാധിച്ചോ? നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം. ഇന്നിനി വൈകിട്ട് പ്രാർത്ഥനയില്ല, കാരണം ഇന്ന് ഉച്ചവരെ പള്ളിയിൽ ഇരുന്നതല്ലേ. കുടുംബ പ്രാർത്ഥനയ്ക്ക് വെക്കേഷൻ ഇല്ല, കുടുംബ പ്രാർത്ഥനയ്ക്ക് പബ്ലിക് ഹോളിഡേ ഇല്ല.
കുടുംബ പ്രാർത്ഥന ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്ന പവർ ബാങ്കാണ്. എവിടെയെങ്കിലും വെച്ച് നമ്മുടെ മക്കൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ നീ ഇടത്തോട്ടോ വലത്തോട്ടോ പോകണമെന്ന് പിന്നിൽ നിന്നൊരു ശബ്ദം കേൾക്കും, മോനെ ഗോ അഹെഡ് എന്ന് മറിയാം പറഞ്ഞില്ലേ? കുരിശിലേക്ക് നടന്നു പോകുന്ന പുത്രൻ തമ്പുരാനെ കണ്ടിട്ട് അമ്മ പറയാ, സ്വന്തം പെറ്റ അമ്മ പറയാ, ഗോ അഹെഡ്, നിന്റെ അപ്പൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതാണ്. ഇന്ന് മാർക്ക് കുറഞ്ഞ കുഞ്ഞുങ്ങൾ പോയി മരിക്കുന്നത് കാണുമ്പം ഇങ്ങനെ ഇരിക്കും നമ്മൾ, അല്ലേ? ട്യൂഷൻ കഴിഞ്ഞ് താമസിച്ചാൽ ഇങ്ങനെ ഇരിക്കും നമ്മൾ. എന്നാൽ ഒന്നും അറിയാത്ത നമ്മുടെ അപ്പനും അമ്മമാരും നമ്മളെ ഇഷ്ടമുള്ള സ്ഥലത്ത് പഠിക്കാൻ ഇറക്കി വിട്ടില്ലേ? എവിടെ നിന്നായിരുന്നു അക്ഷരം അറിയാത്ത ആ മാതാപിതാക്കൾക്ക് ധൈര്യം വന്നത്? ദൈവാത്മാവിൽ നിന്നായിരുന്നു. 3 കൂട്ടമായ ആരാധന. ഇന്ന് ആരാധനയ്ക്ക് ഇത്രത്തോളം ആളുകൾ ഉണ്ടായിരുന്നു. ദൈവത്തിന് മഹത്വം. ഇനിയിപ്പം നമുക്ക് ചിലപ്പോൾ തോന്നും, 2 വർഷം ഓൺലൈനായിട്ട് പ്രാർത്ഥന കേട്ട ദൈവത്തിന് ഇനി കേൾക്കാൻ വയ്യേ? അതാകുമ്പോൾ കറിക്ക് അരിയുകയും ചെയ്യാം, കുർബാന കാണുകയും ചെയ്യാം, അല്ലേ? അതാണോ ആരാധന? പലായനം ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് ഇസ്രായേൽ ജനത്തിന് പാർപ്പാനൊരു പട്ടണമോ ആരാധിപ്പാനൊരു ആലയമോ ഇല്ലാതെ ഇസ്രായേൽ ജനം ഇങ്ങനെ മരുഭൂമിയിൽ കൂടെ പ്രയാണം നടത്തിയ നാളുകളിൽ അവരുടെ ദൈവം അവരോട് കൂടെ ഇരുന്നു. പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിതൂണായും അവരെ ദൈവം വഴി നടത്തി. എന്നാൽ അവർ കനാൻ ദേശത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ എന്തു പറഞ്ഞു? നീ നിൻ്റെ മക്കൾക്കിത് ചട്ടമായിട്ട് ഉപദേശിച്ചു കൊടുക്കണം. നീ കൂട്ടമായി ആരാധനയ്ക്ക് വരണം. നിൻ്റെ പിതാക്കന്മാർ അനുഭവിച്ച നന്മ, ആ മന്നയെക്കുറിച്ച് നിൻ്റെ മക്കൾക്ക് ചൊല്ലിക്കൊടുക്കുവാൻ ആരാധനയ്ക്കായി കടന്നു വരണം. വീണ്ടും പുത്രൻ തമ്പുരാൻ പറഞ്ഞു, എൻ്റെ 2ാമത്തെ വരവ് വരെയും ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യണമെന്ന് പിടയ്ക്കുന്ന ഹൃദയത്തോടുകൂടി തൻ്റെ സ്വന്തം ശരീരം മുറിക്കുവാനായി എൻ്റെ കർത്താവിനെ അവനെ തന്നെ ഏൽപ്പിച്ച ദിവസമാണ് കർത്തൃദിവസത്തിൻ്റെ ഓർമ്മ. ആരാധനയ്ക്കുള്ള നന്മ മക്കളെ പഠിപ്പിക്കണം. നോമ്പും ഉപവാസങ്ങളും മക്കളെ പഠിപ്പിക്കണം. 2 ബോധന ശുശ്രൂഷ ഭവനത്തിൽ തന്നെ നമ്മൾ മക്കൾക്ക് കൊടുക്കണം. ചിട്ടയായിട്ട് നടക്കാൻ ഏറ്റവും നല്ല കോച്ചിങ് സെൻ്ററുകൾ മാത്രം തപ്പി നടന്നാൽ പോരാ. മുന്നമേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കണം. എന്നാൽ സകലതും വന്നു ചേരും. ചിലർക്ക് സംഭവിക്കുന്ന കണ്ടിട്ടുണ്ടോ? അങ്ങോട്ട് ഓപ്പി വരെ വരും, കുഞ്ഞു കാര്യത്തിന് തട്ടിപ്പോവും. എന്നാൽ ചിലരെ കണ്ടിട്ടുണ്ടോ? ഒന്നും ആയിരിക്കത്തില്ല, പക്ഷേ അവൻ പോലും അറിയാതെ ഒഴുകി അവൻ അതിനകത്ത് ചെന്ന് കയറും. കാരണം അതിൻ്റെ പേരാണ് ദൈവകൃപ. ബോധനങ്ങൾ ഭവനത്തിൽ വെച്ച് മക്കൾക്ക് കൊടുക്കുവാൻ നമ്മൾ മാതാപിതാക്കൾക്ക് സാധിക്കണം. ബാലൻ നടക്കേണ്ട വഴി അഭ്യസിക്കണം. ആദ്യം എന്ത് ചെയ്യണമെന്നറിയോ? ആദ്യം എന്ത് ചെയ്യണം? ഒരിക്കലൊരു കുഞ്ഞെ നമ്മൾ കണ്ടിട്ടുണ്ട്, കൊച്ചു കുഞ്ഞുങ്ങൾ നമ്മുടെ ചെരുപ്പിട്ടുകൊണ്ട് നടക്കും, അല്ലേ? റൈറ്റ്. അപ്പം എപ്പോഴും അപ്പ പറഞ്ഞു, മോനെ നിനക്ക് ഷൂ ഇല്ലേ? ദെൻ വൈ ആർ യു ഡൂയിങ് ലൈക്ക് ദിസ് എന്ന് പറഞ്ഞു. അപ്പ അവനോട് മറുപടി പറഞ്ഞു, അപ്പ ഐ വാണ്ട് ടു വെയർ യുവർ ഷൂസ്. അപ്പൻ്റെ ചെരുപ്പിടാനാണ് എനിക്ക്. നമ്മളോടും മക്കൾ പറയുന്നുണ്ട്, നമ്മുടെ ചെരുപ്പിടാനാണ് അവർക്കിഷ്ടം, നമ്മളെപ്പോലെ ആയിത്തീരാനാണ് അവർക്കിഷ്ടം, അല്ലെങ്കിൽ നമ്മളുടെ ജീനാണ് അവർക്കുള്ളത്. അതുകൊണ്ട് ബോധന ശുശ്രൂഷ നമ്മൾ ഭവനത്തിൽ വെച്ച് മക്കൾക്ക് കൊടുത്തേ മതിയാവും. അതിന് ചിലപ്പോൾ പല സുഖങ്ങളെയും കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. 3 സേവന ശുശ്രൂഷ. നമ്മൾ 1000 രൂപ പള്ളിക്ക് കൊടുക്കും, 10,000 പ്രാവശ്യം എന്തു ചെയ്യും? വിളിച്ചു പറയിക്കും. എന്തെങ്കിലും ഗുണമുണ്ടോ? അയ്യോ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടിപ്പോയി. അളവില്ലാതെ മറ്റുള്ളവർക്ക് കൊടുത്ത മാതാപിതാക്കളുടെ തലമുറയാണ് ഇന്ന് അനുഗ്രഹിക്കപ്പെട്ടത്. ഇപ്പോൾ ഈ മുണ്ടക്കയം കുട്ടിക്കൽ കാണാൻ അവിടെ പോയിരുന്നു, യൂത്തിലെ പിള്ളേരുടെ കൂടെ പോയിരുന്നു. വലിയ 2 നില വീടുകളൊക്കെ ഇങ്ങനെ ഒഴുകിപ്പോയിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ ബിൽഡിംഗ് ബ്ലോക്സ് കളിക്കുന്ന ബ്ലോക്സ് ഇല്ലേ, അതുപോലെ കിടക്കുക. പാവം പിടിച്ച് അവരുടേത് പോകാമെങ്കിൽ നമ്മുടേത് പോയിക്കൂടെ? നമ്മളും നമ്മുടെ ഈ ബാങ്കും കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും രേഖയുണ്ടോ? ബാക്കിയെല്ലാം ഒരു ഞെട്ടലല്ലേ? ഒരു തീ ഇവിടുന്ന് അങ്ങോട്ട് വന്നു, അത്രയേ ഉള്ളൂ. പക്ഷെ അഴിഞ്ഞു പോകാത്തത് നമ്മുടെ മക്കൾക്ക് കൊടുത്താൽ ആ കാറ്റിലും മഴയിലും നമ്മളെ ചേർത്ത് പിടിക്കാൻ നമ്മുടെ മക്കളുണ്ടാവും. അവർക്ക് വേണ്ടി ഇടുവിൽ നിന്ന് പ്രാർത്ഥിക്കണം. എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുക. ഫാമിലി, എഫ് ഫോർ ഫെലോഷിപ്പ്. നമ്മളുടെ കുടുംബങ്ങളിൽ ഫെലോഷിപ്സ് ഉണ്ടായിരിക്കണം. എ ഫോർ ആക്സെപ്റ്റൻസ്, അംഗീകരിക്കണം. കുറവുകളും കുറ്റങ്ങളും ഒക്കെ കാണും, പക്ഷേ അംഗീകരിക്കാൻ തയ്യാറാകണം. എം ഫോർ മീക്ക്നെസ്, ശാന്തത, സൗമ്യത. വലിയ യുദ്ധങ്ങളൊക്കെ പലപ്പോഴും ഒഴിഞ്ഞു പോകുന്ന ചില മൗനങ്ങൾ കൊണ്ടാണ്. തല വെട്ടിച്ചു കൊടുത്ത് അങ്ങ് പോകണം. പറഞ്ഞിട്ട് അബിഗേലിനെ പോലെ പറഞ്ഞിട്ട് കാര്യമില്ല. 10-40 വർഷമായിട്ട് ഈ ഒരേ കാര്യം തന്നെയല്ലേ പറയുന്നത്. എന്തെങ്കിലും മാറ്റമുണ്ടോ? പിന്നെ എന്തിനാ പറയുന്നത്? വിട്ടുകൊടുത്തേക്കണം. മീക്ക്നെസ്. ഐ ഫോർ ഇൻഡിവിജ്വാലിറ്റി. ദൈവം ഓരോരുത്തരെയും വ്യത്യസ്തരായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. മറ്റുള്ളവരുടെ ഇൻഡിവിജ്വാലിറ്റിയെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്തേ പറ്റുള്ളൂ. എൽ ഫോർ ലിസണിങ്. ഇന്ന് നമുക്കില്ലാത്തത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? നീ പറഞ്ഞു. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? നമ്മൾ പറയും വിമൻ 15 times മോർ മെന്നിനേക്കാൾ സംസാരിക്കുമെന്ന്. അതൊരിക്കലും ഒരു അച്ഛൻ പറഞ്ഞപ്പോൾ എനിക്കങ്ങ് വല്ലാതെ സങ്കടം തോന്നി കേട്ടോ. കാരണം നമ്മളങ്ങനെയാണല്ലോ. അപ്പം ഞാനിങ്ങനെ ആലോചിക്കാൻ തുടങ്ങി, അതെന്താ അങ്ങനെയെന്ന്. പക്ഷേ കുറച്ച് നാളുകൊണ്ട് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റി. കാരണം ഈ ആദ്യം പറയുമ്പോൾ തന്നെ അങ്ങ് കേൾക്കാമെങ്കിൽ 15 പ്രാവശ്യം ഒരേ കാര്യം പറയുമോ?
ആദ്യമേ അങ്ങ് കേൾക്കാമെങ്കിൽ അതാണ് ലിസണിങ്. ഒന്ന് കേൾക്കണം, പരസ്പരം ഒന്ന് കേൾക്കണം, പരസ്പരം വേദനകളൊന്ന് കേൾക്കണം. ചിലവൊന്നും ഇല്ലല്ലോ, ടാക്സ് ഒന്നും കൊടുക്കണ്ടല്ലോ, കേൾക്കണം. മക്കളെ കേൾക്കണം. മക്കളെ കേട്ടില്ല എന്ത് പറ്റുമെന്നറിയോ? എയർടെല്ലുകാരും ജിയോ ഒക്കെ എന്ത് കൊടുത്തിട്ടുണ്ടെന്നറിയോ? ഫ്രീ ടോക്ക് ടൈം ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട്. അവരല്ലേ ഞാൻ വേറെ ആരോടെങ്കിലും പറഞ്ഞുകൊണ്ട്? അത് വേണോ? മക്കളെ കേൾക്കണം, ലിസണിങ്, മറ്റുള്ളവരെ കേൾക്കണം. വൈ ഫോർ ഈൽഡിങ്, ഈൽഡിങ് വിത്ത് ലവ് ആൻഡ് ഈൽഡിങ് ഫോർ ലവ്. സ്നേഹം പങ്കുവെക്കാൻ നമുക്ക് സാധിക്കണം. മസിൽ പിടിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാണ് ജീവിതം? ഒരു ജീവിതമല്ലേ ഉള്ളൂ. റിലാക്സ്. ക്രിസ്തു ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ ഒരു സാധാരണക്കാരനെ പോലെ ജീവിച്ചു, ഒരു സാധാരണക്കാരനെ പോലെ സഞ്ചരിച്ചു, ഒരു സാധാരണക്കാരനെ പോലെ സംസാരിച്ചു, സാധാരണക്കാരെ മനസ്സിലാക്കി. നമ്മുടെ ഈ ഭൂമിയിൽ നമുക്ക് നൽകിയിരിക്കുന്ന കുടുംബങ്ങൾ നസ്രത്തിലെ നല്ല കുടുംബം പോലെ ആയിത്തീരുവാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. നമ്മൾ പറഞ്ഞില്ലേ ആദ്യം തന്നെ, കടല് പലർക്കും പലതാണ്. പവിഴങ്ങൾ വാരിയെടുക്കുവാൻ നിത്യതയിലെത്തുമ്പോൾ ഞാൻ നിന്നെ ഏൽപ്പിച്ച കുടുംബം എവിടെയെന്ന് ചോദിക്കുമ്പോൾ, അല്ലയോ വിശ്വസ്തനും നല്ലവനുമായ ദാസ, നീ അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായതുകൊണ്ട് ഞാൻ നിന്നെ അധിക കാര്യങ്ങളിലും വിശ്വസ്തനാക്കും എന്ന് കേൾപ്പാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. നമ്മുടെ എല്ലാം കൊച്ചു കിളിക്കൂടുകൾ, അപ്പനും അമ്മയും മക്കളും മരുമക്കളും കൊച്ചുമക്കളും എല്ലാവരും ഒന്നാ. അവർ പുറത്തുനിന്ന് വന്നവരല്ല, ആരും അധികപ്പറ്റല്ല. എല്ലാവരും ഒന്നായിട്ട് ക്രിസ്തുവിൽ സമരായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ഒരു വർഷക്കാലം കൂടെ നമ്മളെ ഓരോരുത്തരെയും കുടുംബമായിട്ട് സൂക്ഷിച്ച സർവശക്തന് 1000 നന്ദി പറയാം.